പറഞ്ഞേ ഉള്ളൂ. Okay? Amen. Today's message. ആമേൻ. ഇന്നത്തെ സന്ദേശം, the Lord is leading me to a different direction. ആമേൻ. ഒരു വ്യത്യസ്തമായ ഒരു ദിശയിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കുന്നുണ്ട്. I think continuously we are being led by the Holy Spirit in a different direction. ആമേൻ. നിരന്തരമായ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യത്യസ്തമായ രീതിയിലും ദിശയിലേക്കും നയിക്കുന്നുണ്ട്. And today the topic is unquenched. ഇന്നത്തെ എൻ്റെ സന്ദേശ തലക്കെട്ട് അണയ്ക്കാനാവാത്തത്. That's great. Unquenched. അണയ്ക്കാനാവാത്തത്. Unstoppable. നിർത്താനാവാത്തത്. Unstoppable. നിർത്താനാവാത്തത്. I'm going to call something about what happened in Old Testament. പഴയ നിയമത്തിൽ സംഭവിച്ച ഒരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Remember, God is a God of Old Testament and New Testament. നമ്മുടെ ദൈവം പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ദൈവമാണ്. God didn't change. ദൈവം മാറിയിട്ടില്ല. Amen. ആമേൻ. Our practice has changed. നമ്മുടെ രീതികൾ മാറിയിട്ടുണ്ട്. But God's dealing never changed. പക്ഷെ ദൈവത്തിന്റെ ഇടപെടലുകൾ മാറിയിട്ടില്ല. I'm going to talk about something that was unquenched in the altar of God. ആമേൻ. ദൈവത്തിന്റെ യാഗപീഠത്തിൽ ഒരിക്കലും അണയാത്ത ഒരു വസ്തുതയെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. And I will subtitle it as keep the fire burning on the altar. ആമേൻ. അതിന്റെ ഒരു രണ്ടാമത്തെ തലക്കെട്ടായിട്ട് നമ്മുടെ യാഗപീഠങ്ങളിൽ തീ അണയാതെ കത്തട്ടെ. So those who are new, for an easy understanding, I will tell this. ആമേൻ. പുതുതായി വന്ന ദൈവമക്കളോട് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാൻ ഇപ്രകാരം ഒന്ന് പറയട്ടെ. In the picture what you see is the picture of tabernacle. ആമേൻ. നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിൽ സമാഗമന കൂടാരമാണ് കാണുന്നത്. Okay, I know it's been long time we didn't talk about tabernacle. ആമേൻ. Right? സമാഗമന കൂടാരത്തെക്കുറിച്ച് ഒരുപാട് നാളായി നാം സംസാരിച്ചിട്ട്. This is a picture. Let me go further. ആമേൻ. ഇതാ കാണുന്ന ചിത്രമാണ്. This is the cross section. If you cross the tabernacle, this is the bird view point. ആമേൻ. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്രകാരമായിരിക്കും അതിനകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ. We all know the tabernacle has three important places. ഈ സമാഗമന കൂടാരത്തിൽ 3 ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് നന്നറിയാം. Help me. വേഗത്തിൽ നിങ്ങൾക്ക് പറയാമോ? First, outer court. ആമേൻ. ഔട്ടർ കോർട്ട് ഉണ്ട്. What do you call that? Courtyard in Malayalam. പ്രാകാരം. And then, പ്രാകാരത്തിന് ശേഷം, so consider this is the court. ആമേൻ. ഇതാണ് Courtyard. നിങ്ങൾ കാണുന്ന പ്രാകാരം. That you see a long tent right over there. അതിനുശേഷം ഒരു ടെന്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. Half of the tent is holy place. അതിന്റെ പാതി ഇടം അത് വിശുദ്ധ സ്ഥലമാണ്. And where you see the smoke, white smoke going on. ആ വെള്ള പുക ഉയരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. From inside this has been divided into two. ഈ കൂടാരത്തിന്റെ അകം രണ്ടായി വിഭാഗിച്ചിട്ടുണ്ട്. And that part is called most holy place. ആ പുക ഉയരുന്ന ആ ഭാഗം അത് അതിവിശുദ്ധ സ്ഥലമാണ്. So this was the tabernacle. ഇതാകുന്നു സമാഗമന കൂടാരം. This is God's design. ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരമുള്ളതാണ്. It didn't devise in human mind. ഇത് മനുഷ്യരുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞതല്ല. God made it. ദൈവം തന്നെ ഡിസൈൻ ചെയ്തതാണ്. God devised it. ദൈവം തന്നെ ഉണ്ടാക്കിയതാണ്. So common people were supposed to come to this place. സാധാരണക്കാർക്ക് പ്രാകാരത്തിൽ വരാം. They can bring their sacrifices, whether it's goat, ox, lamb, whatever it is, a pigeon, they bring it over here. അവരുടെ യാഗമൃഗങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് അവർക്ക് ഇവിടെ കൊണ്ടുവരാം. The bigger the sin, bigger the sacrifice. ആമേൻ. തെറ്റുകൾ അല്ലെങ്കിൽ പാപം വലുതാവുന്ന അനുസരിച്ച് വലിയ മൃഗങ്ങളായിരിക്കും. Smaller the sin, smaller the sacrifice. ചെറിയ പാപങ്ങളാണെങ്കിൽ ചെറിയ മൃഗങ്ങളായിരിക്കും. See, everybody will come here and they will tell what they have done or what's the wrong. ആമേൻ. അവർ ഈ പ്രാകാരത്തിൽ വന്ന് അവർ ചെയ്ത പാപം എന്താണെന്ന് അവർ പറയുവാനിടയാകും. Priest will take this sacrifice. പുരോഹിതൻ ആ യാഗമൃഗത്തെ എടുത്ത് They will step over to this altar. അവരെ ഈ യാഗപീഠത്തിന്മേൽ കയറി And here they will offer the sacrifice. ആ യാഗപീഠത്തിന്മീതെ അവർ ആ യാഗം അർപ്പിക്കും. This part, okay. So this is called the altar. ഇതാകുന്നു യാഗപീഠം. Go back again one more time. So I am, what do you say? I would magnify this place, this altar. ആമേൻ. ഈ ഒരു യാഗപീഠം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. Okay, come back to the other one. Yes, so here they will put the animal over here, they will sacrifice. മൃഗത്തെ അതിന്മേൽ വെച്ച് അവർ യാഗം അർപ്പിക്കുവാനിടയാകും. Simple thing is that every time when somebody comes with sin, പാപം കൊണ്ട് ആരെങ്കിലും കടന്നു വരുമ്പോൾ, when they have to confess the sin, ആ പാപം ഏറ്റുപറയുമ്പോൾ, this sin cannot be forgiven without the sacrifice. ഈ യാഗം കൂടാതെ ഒരിക്കലും ആ പാപത്തിന് ഒരു ക്ഷമ ലഭിക്കുന്നില്ല. So in Old Testament, പഴയ നിയമത്തിൽ everybody have to bring
some kind of sacrificial offering for the remission of sin. അവരുടെ പാപ പരിഹാരത്തിനു വേണ്ടി സകലരും ഏതെങ്കിലും മറ്റൊരു രീതിയിൽ ഒരു യാഗമൃഗത്തെ കൊണ്ടുവരണം. But here one of the most important things. പക്ഷേ ഇവിടെ ഏറ്റവും പ്രാധാന്യമായ വസ്തുത, People can bring the sacrifice. ജനങ്ങൾക്ക് അവരുടെ യാഗം കൊണ്ടുവരാം. Priest can get the sacrifice. പുരോഹിതൻ ആ യാഗമൃഗത്തെ They എടുക്കും. can step up upon the altar. ആമേൻ. ഈ യാഗപീഠത്തിലേക്ക് അവർ കടന്നു They വരും. can put the sacrifice. അതിന്മീതെ അവർ യാഗവസ്തുത്തെ അർപ്പിക്കും. But that doesn't mean that their sins are forgiven. അത്രയും ചെയ്തതുകൊണ്ട് അവരുടെ പാപത്തിന് പരിഹാരം You know വരുന്നില്ല. how you know the sins are forgiven? പാപത്തിന് പരിഹാരം എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? The fire has to be there. ആമേൻ. എപ്പോഴും അവിടെ കത്തുന്ന തീയുണ്ട്. I don't know how many of you have carefully read this. ആമേൻ. ഇത് എത്ര പേര് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. This fire was never lit by any human being. ഈ അഗ്നി അല്ലെങ്കിൽ ഈ തീ ഇത് മനുഷ്യരാൽ കത്തിച്ചതല്ല. What's the next slide? Show if you can that. Okay, let's read this. നമുക്ക് Leviticus chapter 6 verse 13. ലേവ്യ Can we പുസ്തകം read it 6 all അധ്യായം 13. together? ചേർന്ന് നമുക്ക് ഉറക്കെ വായിക്കാം. The fire shall ever be burning upon the altar. It shall never go out. What's that in Malayalam? യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. Thank you. So this is one thing. As the priest offer the sacrifice, പുരോഹിതൻ ഇതാ യാഗം അർപ്പിക്കുമ്പോൾ the sign that your sacrifice is accepted, നമ്മുടെ യാഗ വസ്തുത യഹോവ പ്രസാദിച്ചു എന്ന് മനസ്സിലാക്കുന്നത്, the fire should be there on the altar. ആമേൻ. യാഗപീഠത്തിന്മീതെ അഗ്നി ഉണ്ടായിരിക്കണം. But the most important thing is not just that. അത് മാത്രമല്ല അവിടെ ഏറ്റവും പ്രാധാന്യമായുള്ളത്, The important thing is, ആമേൻ, അതിലും പ്രാധാന്യമായത്, okay, go to Leviticus 6:13. ലേവ്യ പുസ്തകം 6:13. Oh, what the next step? Remember, come on, let's read. The fire must be kept burning on the altar at all times. What the next verse? Go with the next one. അടുത്ത വാക്യത്തിൽ Now, I'm missing one, probably 9:24. Leviticus 9:24. Yes. Can we read this together? Fire blazed forth from the Lord's presence and consumed the. So from where the fire comes. എവിടെ നിന്നാണ് ഈ തീ ഇറങ്ങി വരുന്നത്? Come on, talk it loud. ആമേൻ. ഉച്ചത്തിൽ പറയുവാൻ കഴിയുമോ? From God. ദൈവത്തിൽ നിന്ന്. No human being. അത് മനുഷ്യരിൽ നിന്നല്ല. No priest. അത് ഒരു പുരോഹിതനിൽ നിന്നുമല്ല. Nobody can lit fire. ആർക്കും ഈ തീ കത്തിക്കുവാൻ കഴിയില്ല. This fire has to be from God. ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു When അഗ്നിയാണ്. the fire comes from God, ദൈവത്തിൽ നിന്ന് വരുമ്പോൾ that is where the altar starts burning. ആ സമയത്താണ് യാഗപീഠം And as the കത്തിത്തുടങ്ങുന്നത്. altar burns, ഈ യാഗപീഠം കത്തുമ്പോൾ God says, ദൈവം പറയുകയാണ്, your sins are forgiven. നിങ്ങളുടെ പാപം Your sins പരിഹരിച്ചിരിക്കുന്നു. are forgiven. നിങ്ങളുടെ പാപം Your sins ക്ഷമിച്ചിരിക്കുന്നു. are not forgiven as long as you bring that bull. ആമേൻ. നിങ്ങൾ കൊണ്ടുവരുന്ന കാളക്കൊറ്റന്മാർ കൊണ്ടുവരുമ്പോഴല്ല പാപം ക്ഷമിക്കുന്നത്. When the priest takes the bull, you are not forgiven. പുരോഹിതൻ അത് ഏറ്റുവാങ്ങുമ്പോഴുമല്ല ക്ഷമിക്കപ്പെടുന്നത്. Even when priest put it on the altar, it's not forgiven. യാഗപീഠത്തിന് മീതെ നിർത്തിവെക്കുമ്പോഴുമല്ല ക്ഷമിക്കപ്പെടുന്നത്. Unless the fire from heaven comes down, it is not forgiven. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വരാതെ Hey, do you understand where I am going to? മനസ്സിലാകുന്നുണ്ടോ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? Do you understand where I am going to? മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ ദിശ എന്താണെന്ന്? Friends and families, പ്രിയ ദൈവമക്കളെ, this was in Old Testament. ഇത് പഴയ നിയമത്തിലായിരുന്നു. In New Testament, പുതിയ നിയമത്തിൽ വരുമ്പോൾ we don't have sacrifices like this. നമുക്ക് ഇനി ഇപ്രകാരമുള്ള യാഗങ്ങളൊന്നും We ഇല്ല. don't have priests like this. ഇപ്രകാരമുള്ള പുരോഹിതന്മാരുമില്ല. We don't have any kind of altar like this. ഇപ്രകാരമുള്ള ഒരു യാഗപീഠവുമില്ല. But in New Testament, പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ you know what is that? എന്താണെന്ന് അറിയാമോ? We are the altar of God. നാമാണ് ദൈവത്തിന്റെ യാഗപീഠം. Romans chapter 12. Come on, let's go to that. റോമാലേഖനം 12:1 പറയുന്നു. Verse 1. Let's read it together. ചേർന്ന് നമുക്ക് ഉറക്കെ വായിക്കാം. And so, dear brothers and sisters, I plead with you to give your bodies. Amen. Give your bodies to God because of all He has done for you. Let them be a living and holy sacrifice, the kind He will find acceptable. This is truly the Amen. way to worship Him. Amen. Can we read this in Malayalam? സഹോദരന്മാരെ, Yes. ഞാൻ ദൈവത്തിന്റെ മനസ്സൽവി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി Yes. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. Right. Thank you. Now listen very carefully. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ. In Old Testament,
we need something else. We bring something else. പഴയ നിയമത്തിൽ നാം ചില വസ്തുതകൾ നാം By the കൊണ്ടുവരാറുണ്ട്. way, if you don't know what is Old Testament and New Testament, for simple, I know you all know. But for those who are first time watching me, or if you are here for the first time, നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പഴയ നിയമം പുതിയ നിയമം Old ലഘുവായിട്ട് പറയാം. Testaments are the practices that happened before Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പേ നടന്ന ആചാരങ്ങളാണ് പഴയ നിയമത്തിൽ നാം New കാണുന്നത്. Testament are the practices that has happened after the first coming of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യ വരവിന് ശേഷം നടക്കുന്ന ആ അനുഷ്ഠാനങ്ങളാണ് നാം പുതിയ So നിയമത്തിൽ before കാണുന്നത്. Jesus Christ, the practice was they will bring the sacrifice. കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പേ അവരാണെങ്കിൽ യാഗവസ്തുവും കൊണ്ട് ഇതാ സമാഗമന കൂടാരത്തിൽ വരും. Today when we know Jesus Christ, ഇന്ന് നാം കർത്താവിനെ അറിഞ്ഞതിനു ശേഷം we no longer bring the sacrifice. ഇനി നമ്മൾ യാഗമൃഗങ്ങളുമായിട്ടല്ല Because വരുന്നത്. in all the sacrifices that we bring, നാം കൊണ്ടുവരുന്ന സകല യാഗങ്ങളിലും it cannot remit our sin. It cannot purify us. ആമേൻ. നാം കൊണ്ടുവരുന്ന ഒരു യാഗവസ്തുവിനും നമ്മുടെ പാപത്തിന് പരിഹാരമോ So what ശുദ്ധീകരിക്കാനോ കഴിയില്ല. God did, അതുകൊണ്ട് എന്താണ് ദൈവം ചെയ്തത്? He bought Jesus Christ, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ who നൽകി is known as തിരുവഴിയായി. the Lamb of God. അത് ദൈവത്തിന്റെ കുഞ്ഞാടെന്നറിയപ്പെടുന്നു. God the Father sacrificed Jesus Christ on the cross of Calvary. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിച്ചു. Calvary became the altar. ആ കാൽവരി ക്രൂശ് ആ യാഗപീഠമായി മാറി. And you know what? There was no other priest. ആമേൻ. അവിടെ മറ്റൊരു പുരോഹിതനുമില്ല. Jesus himself was the priest. കർത്താവായ യേശുക്രിസ്തുവിന്റെ He മഹാപുരോഹിതനായിരുന്നു. himself was the sacrifice. താൻ തന്നെ ആ വലിയ യാഗവുമായി So priest took himself. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്നെ യാഗവസ്തുവായി. He is the chief priest. ഇതാ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരുന്നു. In the line of Melchizedek, മൽക്കിസദേക്കിന്റെ who ക്രമപ്രകാരം never committed sin, ഒരു പാപവും in ചെയ്യാത്ത, whom there was no sin, ഒരു പാപവും ഇല്ലാത്ത, and who never committed ഒരു sin. പാപവും അറിഞ്ഞിട്ടില്ലാത്ത That high priest, ആ മഹാപുരോഹിതൻ he took himself, താൻ തന്നെ got to the cross, ആ കാൽവരി ക്രൂശിൽ and കയറി sacrificed. നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. here when he sacrificed, ഇവിടെ കർത്താവ് യാഗമായപ്പോൾ now the only one condition, നീ ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. everyone who wants the forgiveness of sin, ആർക്കൊക്കെ ഈ പാപത്തിന് പരിഹാരം ആവശ്യമാണോ, you just need to come to that courtyard. ആമേൻ, ഇനി ആ പ്രാകാരത്തിൽ വന്നാൽ മതി. You know what is a courtyard? എന്താണ് ആ പ്രാകാരം എന്നറിയാമോ? Our courtyard, holy and most holy place, is the Calvary cross. ആമേൻ. നമ്മുടെ പ്രാകാരവും വിശുദ്ധവും അതിവിശുദ്ധ സ്ഥലവും ആ കാൽവരി ക്രൂശാണ്. Just come to that cross. ആ കാൽവരി ക്രൂശിലേക്ക് അടുക്കുക. Accept Jesus Christ as personal Savior. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. And Bible will say, വചനം പ്രകാരം വിളിച്ചു there പറയുന്നു, is something that will come from heaven to down. ആമേൻ, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു A വസ്തുതയുണ്ട്. fire will come. ഒരു അഗ്നി ഇറങ്ങി വരും. Yes, I know we all talk about Holy Spirit. ആമേൻ. നാം എപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് But സംസാരിക്കും. this fire, I'm not talking about Holy പക്ഷേ Spirit. ഈ അഗ്നി പരിശുദ്ധാത്മാവല്ല. This is the fire of ഇത് sanctification. നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു തീയാണ്. Oh, the sanctification will come ആമേൻ. ഈ ശുദ്ധീകരണം നടക്കുവാനിടയാകും. on upon us. ആമേൻ. നമ്മുടെ മീതെ വരും. That is where when we are ആ sanctified, സമയത്താണ് നാം ശുദ്ധീകരിക്കപ്പെടുന്നത്. the fire of God sanctifies. ഈ ദൈവത്തിന്റെ അഗ്നി നമ്മളെ Come on, ശുദ്ധീകരിക്കുവാനിടയാകും. everybody who have ever been to that cross, ആമേൻ. ആ കാൽവരി ക്രൂശിലേക്ക് അടുത്ത് വന്നവർ whoever സകലരും. have seen those cross, ആമേൻ. ഈ ക്രൂശ് if you കണ്ടുമുട്ടിയവർ, have ever experienced the power of the cross, ഈ ക്രൂശിന്റെ അനുഭവം people, അനുഭവിച്ചവർ, those who are sanctified in Christ, ക്രിസ്തുവിലുള്ള those ശുദ്ധീകരണം who are പ്രാപിച്ചവർ, completely washed by the blood of Jesus, ആ കർത്താവിന്റെ പുണ്യാക രക്തത്താൽ കഴുകൽ would you lift your പ്രാപിച്ചവർ, hands and praise ആ God? കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ Every കഴിയുമോ? hands, would you praise God? സകല കരങ്ങളും ഉയർത്തി ദൈവത്തെ We are സ്തുതിച്ചാട്ടെ. washed by the power of the blood of Jesus. ആ കർത്താവിന്റെ പുണ്യാക രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ. And remember, this sanctification was not initiated from us. ആമേൻ. നാമല്ല ഈ ശുദ്ധീകരണം ആരംഭിച്ചത്. It didn't come through us. ഇത് നമ്മളിൽ ആരംഭിച്ചതുമല്ല. It is not something by us. ആമേൻ. നമ്മളാൽ ചെയ്യുന്നതല്ല ഈ ശുദ്ധീകരണം. But this comes from the Lord. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. And this is where I want to take the message. ആമേൻ. ഇവിടെ നിന്നാണ് സന്ദേശം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. Fire came from God. സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ആ അഗ്നി വരുവാനിടയായി. Fire declared, you are sanctified. ആ അഗ്നി വരുമ്പോൾ അത് വിളിച്ച് പറയുന്നത് നാം ആണെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടു. After the fire comes, ആമേൻ. ഈ തീ ഇറങ്ങിയതിനു ശേഷം the people who are standing in courtyard, ആമേൻ, ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന ജനം, their faces are bright. അവരുടെ മുഖം വിളങ്ങുവാനിടയാകും. Suddenly they start smiling. അവരെ പുഞ്ചിരിക്കുവാനിടയാകും. Their burdens are lifted up. അവരുടെ ഭാരങ്ങളെല്ലാം മാറുവാനിടയാകും. You know what? എന്തുകൊണ്ടെന്നറിയാമോ? Priest is public
publicly declaring. ആമേൻ. പുരോഹിതൻ വിളിച്ചു പറയുകയാണ്, Fire came down. ഇതാ തീ ഇറങ്ങി വന്നിട്ടുണ്ട്. You are free. നീ ഇനി സ്വതന്ത്രനാണ്. No more burden. ഇനി ഒരു ഭാരവും ചുമക്കണ്ട. No more clutches. ഇനി ഒന്നും You ബാധിക്കുന്നില്ല. are completely free. പൂർണ്ണമായി സ്വാതന്ത്ര്യം Today I want to പ്രാപിച്ചിരിക്കുന്നു. let you know, ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു we പറയട്ടെ, didn't love Christ. നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. We didn't love Christ. നാം ക്രിസ്തുവിനെ He സ്നേഹിച്ചിട്ടില്ല. loved us. ആദ്യമേ നമ്മെ We didn't സ്നേഹിച്ചതാണ്. seek him. നാം അന്വേഷിച്ചു എന്നതല്ല, He came after us. നമ്മളെ അന്വേഷിച്ച് തേടി വന്നതാണ്. Everybody who are here, ഇവിടെ ആയിരിക്കുന്ന സകലരും, can I see some confident people? ആമേൻ, ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? All my burdens are lifted up. എന്റെ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോയി. All my burdens are lifted up. എന്റെ ഭാരമെല്ലാം All my നീങ്ങിപ്പോയി. sins are എന്റെ gone. പാപങ്ങളെല്ലാം All നീങ്ങിപ്പോയി. my sins are gone. എന്റെ പാപങ്ങളെല്ലാം നീങ്ങിപ്പോയി. അങ്ങനെ പാപക്ഷമ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം If your ചെയ്യുന്നു. sins have been forgiven, can we just lift our hands and praise God? We didn't do anything for this. ഇതിനു വേണ്ടി നാം ഒന്നും ചെയ്തില്ല. In Bible study we were hearing the same. ആമേൻ. ബൈബിൾ സ്റ്റഡിയിൽ ഇത് തന്നെയാണ് നാം കേട്ടോണ്ടിരുന്നത്. We didn't do anything. നാം ഒന്നും തന്നെ ചെയ്തില്ല. God did us. Did for us. ദൈവം നമുക്ക് വേണ്ടി സകലതും ചെയ്തു. Amen. ആമേൻ. Now here is the issue. ആമേൻ. ഇവിടെ ആകുന്നു ഒരു ചെറിയ പ്രശ്നം. The first time fire comes from God. ആമേൻ. ആദ്യമേ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ തീ. For the first time fire comes from God. ആമേൻ. ആദ്യമായി ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീ. Next, അടുത്തത്, it's your responsibility to keep the fire burning. ആമേൻ, ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ തീ നിരന്തരമായി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. You didn't get that. ആമേൻ. ഹല്ലേലൂയ. You didn't get that. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. Huh? For the first time the fire comes from God. ആമേൻ. ആദ്യം ദൈവം ആ തീ അയക്കും. From here അവിടെ നിന്ന് it is your ഇനി responsibility നമ്മുടെ ഉത്തരവാദിത്തമാണ് to keep the fire ആ burning. തീ കെടാതെ വേണം എന്നും Do you നിരന്തരമായി understand what കത്തിക്കുവാൻ. I'm saying? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Yes, God sanctifies you. ദൈവം തീർച്ചയായിട്ടും നമ്മളെ Yes, ശുദ്ധീകരിക്കും. God forgives you. ദൈവം നമ്മളെ ക്ഷമിക്കും. Yes, God has completely made you free and holy. പൂർണ്ണമായി നമ്മളെ വിശുദ്ധീകരിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. Now it's your responsibility ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് to keep that holiness, അത് നിരന്തരമായി ആ വിശുദ്ധി to കാത്തു keep that സൂക്ഷിക്കുവാൻ, separation, നിരന്തരമായി വേർപാട് കാത്തു to keep സൂക്ഷിക്കുവാൻ, that relationship. ആ ബന്ധം നിരന്തരമായി സൂക്ഷിക്കുവാൻ. Yes, Jesus established the relationship. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ആ ബന്ധം സ്ഥാപിച്ചതാണ്. Amen. ആമേൻ. So now how to keep this? ഇനി എങ്ങനെ നമുക്ക് ഇത് നിരന്തരമായി കാത്തു സൂക്ഷിക്കാൻ How കഴിയും? can we keep the fire burning? ആമേൻ. നിരന്തരമായി ഈ തീ അണയാതെ കാത്തു സൂക്ഷിക്കാൻ എപ്രകാരം കഴിയും? 3 things to be done. 3 കാര്യങ്ങൾ ചെയ്യാം. What are the 3 things? എന്താണ്? Number 1, ഒന്നാമത്, tend the flame daily. ആമേൻ, എല്ലാ ദിവസവും ഈ അഗ്നി നമുക്ക് കത്തിച്ചുകൊണ്ടിരിക്കണം. There is second and third thing. I will come to that. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് പിന്നെ വരുന്നതായിരിക്കും. How can we keep this fire daily? ആമേൻ, എങ്ങനെ നമുക്ക് ഇത് നിരന്തരമായി കാത്തു I സൂക്ഷിക്കാം? want all the young people to listen this very carefully. ഇവിടെ ആയിരിക്കുന്ന സകല യുവജനങ്ങളും ഇത് ശ്രദ്ധിച്ചു You കേൾക്കണം. live in the period of hyper grace. ആമേൻ. ഹൈപ്പർ ഗ്രേസ് എന്ന സമയത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. From Joseph Prince onwards, you have lot of speakers for you. ആമേൻ. ജോസഫ് പ്രിൻസ് മുതൽ പല അനവധി പ്രഭാഷകന്മാർ നിങ്ങൾക്ക് You വേണ്ടിയുണ്ട്. always hear once saved, always saved. നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദ്ധതിയാണ് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി You രക്ഷിക്കും. always hear once holy, always holy. ഒരിക്കൽ വിശുദ്ധിയാണെങ്കിൽ എന്നേക്കുമായി Your ഹോളിയാണ്. Bible does not support that. പക്ഷേ ദൈവ വചനം അത് ഒരിക്കലും സ്ഥാപിക്കുന്നില്ല. Your Bible does not support that. ദൈവ വചനം ഒരിക്കലും അത് Your സ്ഥാപിക്കുന്നില്ല. Bible, hold your Bible. നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തക This കരങ്ങളെ is what പിടിച്ചുകൊണ്ട് the blueprint of God is. ഇതാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ബ്ലൂ പ്രിന്റ്. Come on, somebody lift your Bible. If you don't have the Bible, at least lift your phone. ആമേൻ. നിങ്ങളുടെ ദൈവവചനം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുമോ? Oh, come on, lift your Bible. ആമേൻ. ആ ദൈവവചനം ഒന്ന് ഉയർത്തിപ്പിടിക്കുവാൻ Say, this കഴിയുമോ? is the word of God. ഇത് ദൈവത്തിന്റെ വചനമാണ്. What it says, yes, it yes. ആമേൻ. ഇത് ഊവെന്ന് പറയുന്നത് ഊവെന്നത്രേ. What it says, no, is no. ഇത് നോ പറയുന്നിടത്ത് നോ തന്നെയാണ്. I go with this word. ഈ വചനപ്രകാരം ഞാൻ പോകുന്നു. Hey, church, can I get a good amen? എത്ര പേർക്ക് ആമേൻ പറയുവാൻ How many കഴിയും? of you honor this word of എത്ര God? പേര് ഈ വചനത്തെ Honor the ബഹുമാനിക്കുന്നുണ്ട്? word. ഈ ദൈവ വചനത്തെ ബഹുമാനിക്കുക. What it say, yes is yes. ഇത് അതേ എന്ന് പറയുന്നത് അതേ അത്രേ. ആമേൻ. God would have said, ദൈവം ഇപ്രകാരം പറഞ്ഞേക്കാം, my thing is done. ഞാൻ ചെയ്യേണ്ട ബാധ്യത കഴിഞ്ഞു, I gave the fire. ഞാൻ തീ കൊടുത്തു. Oh, don't worry about that. നീ അതോർത്ത് ഭാരപ്പെടണ്ട. Every time you come, നീ എപ്പം വേണമെങ്കിലും വന്നോ, I will send fire. ഞാൻ ആ തീ അയച്ചുകൊണ്ടിരിക്കാം. Pinanda.
You go and sin. അമ്മ പോയി പാപം ചെയ്തു, Come back. വീണ്ടും തിരിച്ചു വന്നു, I will lit the fire again. ഞാൻ വീണ്ടും തീ അയച്ചേക്കാം. Never it happened. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. Never happened. ഒരിക്കലും സംഭവിച്ചിട്ടില്ല. Once for all. ഒരിക്കൽ എന്നേക്കുമായി. Can I get a good amen? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? Hello. ആമേൻ. And now, how to keep this flame daily? ആമേൻ. നിരന്തരമായി ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന Three things to be done. മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. Number one, ഒന്നാമതായി remove the ashes. ആ കരികളൊക്കെ നമുക്കൊന്ന് മാറ്റണം. Number two, രണ്ടാമതായി add fresh wood. നല്ല പുതിയ വിറകുകൾ നമ്മൾ ആഡ് ചെയ്യണം. Number three, മൂന്നാമതായി guard the fire. ആ തീയെ These സംരക്ഷിക്കുക. three things should happen to keep the flame ഈ ongoing. മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഈ തീ നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കും. Okay, let's do one by one. ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. What is this removing of the ashes? എന്താണ് ഈ കരികളൊക്കെ മാറ്റുക എന്ന് പറയുന്നത്? Okay, let's read first in Bible. ആമേൻ. Okay, നമുക്ക് ദൈവവചനത്തിൽ let's establish this from Bible. ഇത് ദൈവവചനപ്രകാരം നമുക്ക് And you are saying, അടിസ്ഥാനമാക്കാം. and kids are listening, where is that in the Bible? ആമേൻ. ഇത് ദൈവവചനത്തിൽ എവിടാണെന്ന് നിങ്ങൾ Is ചിന്തിക്കുന്നുണ്ടായിരിക്കും. there something like this in Bible? ഇത് വചനത്തിൽ അങ്ങനെ ഇതെല്ലാം പറയുന്നുണ്ടോ? പിള്ളേരെ കാര്യം പോട്ടെ, വലിയവർ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട്? ആമേൻ. I don't know how many of the older folks have read this. ഇല്ലെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. If not, you have to repent and read it. Let's read ചേർന്ന് വായിക്കാം. Leviticus 6:11 and 12. In the morning, the very first thing, in the morning, after the priest on duty has put on his official linen clothing and linen undergarments, he must clean out the ashes of the burnt offering and put them beside the altar. Then he must take off these garments, change back into his regular clothes, and carry the ashes outside the camp to a place that is ceremonially clean. Meanwhile, on the altar, what is happening? The fire on the altar must be kept burning. On one side, ഒരു ഭാഗത്ത് you are taking the ashes. ആ വെണ്ണീറൊക്കെ മാറ്റുകയാണ്. But I'm looking there. Is the fire is still burning or അത് not? മാറ്റുമ്പോഴും എന്റെ ശ്രദ്ധ ആ തീ കത്തുന്നുണ്ടോ? Yes, I need to take the ashes. ആ വെണ്ണീറൊക്കെ മാറ്റേണ്ട സമയമുണ്ട്. But is the fire still there? പക്ഷേ അതേ സമയത്ത് Let's തീ read in കെടാതെ Malayalam. സൂക്ഷിക്കുകയും വേണം. Let's read Malayalam. മലയാളത്തിൽ നമുക്കൊന്ന് വായിക്കാം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് Yes. പാളയത്തിനപ്പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. Yes. പുരോഹിതൻ ഉഷസ്സുതോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിനു മീതെ സമാധാന യാഗങ്ങളുള്ള മേധസ് ദഹിപ്പിക്കണം. All right, thank you. Now listen, what the priests are supposed to do. എന്താണ് പുരോഹിതൻ ചെയ്യേണ്ടത്? Hey, does this make sense? Old Testament thing makes sense? ഈ I പഴയ don't know, നിയമത്തിലെ just young വസ്തുത people. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? All kids, somebody can respond to me. Are you കുഞ്ഞുങ്ങൾക്ക് ഇത് understanding what I'm മനസ്സിലാകുന്നുണ്ടോ? saying? Are you understanding a little bit of what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Huh? You sure? ആമേൻ. Sure? Okay, good. More than them, I want you to understand this. ആമേൻ. മുതിർന്നവർ മനസ്സിലാക്കിയില്ലെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. What I'm trying to say, there is an altar in fire. ആമേൻ. ഇതാ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠമുണ്ട്. Now think about this. ഒന്ന് ചിന്തിക്കുക. If God has to bring fire, ദൈവം ഈ തീ കൊണ്ടുവരണമെങ്കിൽ does he need wood? ആമേൻ. ദൈവത്തിന് ഈ വിറക് ആവശ്യമാണോ? If God has to bring fire, ദൈവത്തിന് തീ do you think he need wood? Your wood? ആമേൻ. നമ്മുടെ കൊണ്ടുവരുന്ന വിറക് ആവശ്യമാണോ ദൈവത്തിന് തീ കൊണ്ടുവരാൻ? There you go. Do you think when fire of God comes, do they really have to remove the ashes? ആമേൻ. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരുമ്പോൾ വെണ്ണീറൊക്കെ നാം മാറ്റേണ്ട ആവശ്യമുണ്ടോ? Actually, no. യഥാർത്ഥമായി But പറയുകയാണെങ്കിൽ God വേണ്ട. said, പക്ഷെ ദൈവം കൽപ്പിച്ചു, every time there is a fire, എപ്പോഴൊക്കെ തീയുണ്ടോ there will be ashes. ആമേൻ അവിടെ എല്ലാം വെണ്ണീറുമുണ്ട്. Every time there are ashes, ആമേൻ. വെണ്ണീറുള്ളിടത്തോളം we need fresh wood. ആമേൻ പുതിയ വിറകുകൾ നാം അതിൽ ആഡ് ചെയ്യേണ്ടതാണ്. What are we talking about these ashes? എന്താണ് ഈ വെണ്ണീർ? What are the ashes for us? നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ വെണ്ണീറുകൾ? Every day we are coming to the altar. ഓരോ ദിവസവും നാം ഈ യാഗപീഠത്തിലേക്ക് വരികയാണ്. Fire of sanctification, holiness, remission of sin, forgiveness, justification came from God. ആമേൻ. ദൈവത്തിൽ നിന്നാണ് ശുദ്ധീകരണവും പാപപരിഹാരവും അതെല്ലാം ദൈവത്തിൽ നമുക്ക് ലഭിക്കുവാനിടയായി. But what happens? പക്ഷേ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? As we go in, നാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ there are times that the wood that we are taking, നാം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നാം കൊണ്ടുവരുന്ന ആ വിറക്, the thoughts, നമ്മുടെ ചിന്തകൾ, the works, നമ്മുടെ പ്രവർത്തികൾ, sometimes those will turn into ashes. അതെല്ലാം വെണ്ണീറായി ചിലപ്പോൾ What are the മാറാൻ ashes of our life? നമ്മുടെ ജീവിതത്തിലുള്ള വെണ്ണീറുകൾ Number എന്തൊക്കെയാണ്? one, ഒന്നാമതായി unconfessed sin. നാം ഏറ്റുപറയാത്ത പാപങ്ങൾ. Every day
ആമേൻ. ഓരോ ദിവസവും there are unconfessed sin. നാം ഏറ്റുപറയാത്ത പാപങ്ങളുണ്ട്. Hello? ആമേൻ. We are quick in showing others sin. ആമേൻ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നാം വ്യഗ്രത കാണിക്കും. But how many times we confess our sin? പക്ഷേ എത്ര പ്രാവശ്യം നാം നമ്മുടെ പാപം ഏറ്റുപറയാൻ തയ്യാറാണ്? We don't. നാം പലപ്പോഴും ചെയ്യാറില്ല. We don't do that. നാം പലപ്പോഴും അത് ചെയ്യാറില്ല. God is saying, ദൈവം പറയുകയാണ്, if you want to keep your fire burning, നിങ്ങളിലുള്ള ആ തീയെ നിരന്തരമായി കത്തണമെങ്കിൽ daily confess your sin. ആമേൻ. ദൈനംദിനമായി നമ്മുടെ Psalm പാപങ്ങളെ ഏറ്റുപറയുക. 66:18 says, സങ്കീർത്തനം 66:18 പറയുന്നു, if I regard iniquity in my heart, the Lord will not hear me. I can be at the altar. ഞാൻ ആ യാഗപീഠത്തിന്റെ I അടുത്തായിരിക്കാം. can be in church. ഞാൻ സഭയ്ക്കകത്തായിരിക്കാം. I can lift my hands. ഞാൻ എൻ്റെ കരങ്ങൾ I can ഉയർത്തുന്നുണ്ടായിരിക്കാം. sing songs. ഞാൻ പാട്ടുകൾ But മനോഹരമായി പാടുന്നുണ്ടായിരിക്കും. if I am keeping iniquity, ഞാൻ ഈ അകൃത്യം എൻ്റെ ഉള്ളിൽ തന്നെ if I am വെക്കുകയാണെങ്കിൽ, keeping bitterness, ആമേൻ, ഈ കയ്പ് എൻ്റെ ഉള്ളിൽ തന്നെ if I am ഇരിക്കുകയാണെങ്കിൽ, keeping this revenge, ആമേൻ, ഈ ഒരു റിവെഞ്ച് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, if I'm keeping any kind of, things that is not with the love of God, ദൈവ സ്നേഹത്തിന് വിപരീതമായ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ, these are the ashes, friends. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള വെണ്ണീറുകൾ. I want to tell the church, സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, we all have this cliques. ആമേൻ, നമുക്കെല്ലാം നമ്മുടെ ചെറിയ കൂട്ടങ്ങളുണ്ട്. Like cliques. ക്ലിക്സ് എന്ന് പറയും. One of the reason I did not make the area meeting, ആമേൻ, ഞാൻ ഏരിയ മീറ്റിംഗ് വെക്കാത്തതിന്റെ കാരണം the cliques. ഈ ചെറു കൂട്ടം. I don't want IT people to be one group. ആമേൻ, IT-കാരെല്ലാം ഒരു കൂട്ടം. Then farmers and agriculture one group. ആമേൻ, കർഷകരെല്ലാം ഒരു കൂട്ടം. Professors another group. ആമേൻ, പ്രൊഫസർമാരെല്ലാം ഒരു. Medical nurses and doctors another group. നഴ്സുമാരും ഡോക്ടർമാരും മറ്റൊരു ഗ്രൂപ്പ് ആവും. No cliques. ആമേൻ, അങ്ങനെ ചെറിയ കൂട്ടമില്ല. That's why we did age wise. അതുകൊണ്ടാണ് നാം പ്രായമനുസരിച്ച് നമ്മൾ ചെയ്യുവാനിടയിൽ. No matter what kind of job you are doing, നിങ്ങൾ ഏത് കാര്യത്തിൽ ജോലിയാണെങ്കിലും, we come together because of the age. ആമേൻ, നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ നാം കൂട്ടത്തിൽ വരും. Church cliques in the church is the worst thing to happen. ആമേൻ, സഭയ്ക്കകത്ത് ഇപ്രകാരം ഉണ്ടാകുന്ന ക്ലിക്സ് ആണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. To the kids I want to tell you, കുഞ്ഞുങ്ങളോട് ഞാൻ പ്രകാരം പറയട്ടെ, the cliques that you serve, ആമേൻ, നിങ്ങൾ ആയിരിക്കുന്ന ചെറിയ ക്ലിക്സ്, that is going to destroy somebody. ആമേൻ, അത് മറ്റു ചിലരെ അത് നശിപ്പിക്കാനിടയാകും. Confess it to the Lord. ആമേൻ, അതൊന്ന് ഏറ്റുപറയുക. Can we love everybody? എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയുമോ? Can we love everybody? സകലരെയും ഒരുപോലെ ഒന്ന് സ്നേഹിക്കുവാൻ കഴിയുമോ? Hello. Amen. Hello. Amen. Let's go to the number 2. രണ്ടാമത്തെ വസ്തുതയിലേക്ക് പോവാം. No. Go back. The number 2 ash. രണ്ടാമത്തെ ആ വെണ്ണീറിൽ Lingering offenses. മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ. Lingering offenses. That lingers with ആമേൻ, us. നമ്മളെ അങ്ങ് മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ വിട്ടാലും വിടാത്ത സാധനമാണ്. Amen. The things that even if I live, I will still hold on to. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കും. Amen. Every morning when I wake up, I will think. ആരോടും വഴക്കുണ്ടാക്കല്ലേ. Amen. I should not പക്ഷേ go and ഉറങ്ങുന്ന fight. മുമ്പ് രണ്ടുപേരോട് വഴക്കില്ല, അത് ഉറക്കം വരത്തില്ല. But before I go to bed, I cannot sleep without fighting with two people. എപ്പോഴും ഞാൻ ചിന്തിക്കും. Every time I think, ആരെയും കുറ്റം പറയണം. I shouldn't gossip about anyone. പക്ഷേ ഉറങ്ങുന്ന മുമ്പ് രണ്ട് കുറ്റം പറഞ്ഞില്ലെങ്കിൽ But before I sleep, ഉറക്കമേ വരത്തില്ല. ഉറക്ക ഗുളിക നമ്മളെ അത്. it is like a sleeping pill. Amen. Lingering sins you keep in mind. Amen. ഇത് നമ്മുടെ മനസ്സിൽ ഇപ്രകാരമുള്ള മുറുകെ പറ്റുന്ന പാപങ്ങൾ. And I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. You know how this lingering things comes in? ഇത് എങ്ങനെ നമ്മുടെ ഉള്ളിൽ വരുന്നതെന്ന് അറിയാമോ? You make an opinion about someone based on someone else word. ആമേൻ, മറ്റൊരു വ്യക്തിയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു വ്യക്തിയെ നാം ഒപ്പീനിയൻ ഉണ്ടാക്കും. I have no idea what Danny Pastor told about me. ആമേൻ, എന്നെ കുറിച്ച് എന്താ ഡാനി പാസ്റ്റർ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഒരു സംഭവം അറിയത്തില്ല. I have no clue. Okay? But somebody came, Pastor Thambi Matthew came and told. അപ്പം ഈ പാസ്റ്റർ വന്ന് പറയും, സാറ് വിചാരിക്കുന്ന ആളല്ല പുള്ളി. ആമേൻ, Pastor Danny is not the one that you think. I can take his name because I know I have a good connection to him. Okay? And he is saying, സാർ വിചാരിക്കുന്ന ആളല്ല. Amen. You would say, hey, Pastor, Danny is not the one that you think. I make my opinion for Danny just based on someone else's word, lingering sin. Amen. I made my opinion. ഞാനാണെങ്കിൽ മറ്റൊരു വ്യക്തി പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുവാനിടയാകും. What should I do? What should I do? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? If I have something or if I hear something, ഞാൻ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അറിയുകയാണെങ്കിൽ straight go to the person. ഞാൻ നേരിട്ട് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകും. Talk to the person. ആ വ്യക്തിയോട് സംസാരിക്കും. Clear it off. അത് നിരപ്പ് പ്രാപിക്കുകയും Just ചെയ്യും. clear it off. അത് അപ്പോൾ തന്നെ നിരപ്പ് പ്രാപിക്കും. Instead of എല്ലാ ആഴ്ചയിലും ഇത് വെച്ചോണ്ട് വരുന്നത്.
And then other than that, every week I come പിന്നെ to അപ്പം ഞുറുക്കുന്നുണ്ട്, we break the bread. പാനപാത്രവും കുടിക്കുന്നു. And then we have the cup together. ചുംബനം ഇവിടെ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, There is no holy kiss. അല്ലെങ്കിൽ യൂദാ ചുംബനവും കാണും. Otherwise there will be the kiss of Judas as well. ഹലോ, Amen. lingering sins. മുറുകെ പറ്റുന്ന പാപമാണ്. Bible says, വചനം പറയുന്നു, you know, let's read that verse, Hebrew 12:15. എബ്രായ ലേഖനം 12:15. Looking diligently lest any man fail of the grace of God, and there may be many be defiled. What's that in Malayalam? ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും ആ. വല്ല കൈപ്പുള്ള വേരും മുളച്ച ഓ, കലക്കമുണ്ടാക്കി എന്തോ കൈപ്പുള്ള വേര് മുളച്ച്. കലക്കമുണ്ടാക്കി. അപ്പൊ കലക്കം ഉണ്ടാക്കുന്നത് എങ്ങനെയാ? Amen. Then how does this happen? കലക്കം ഉണ്ടാക്കുന്നത് എങ്ങനെയാ? How is this defilement happening? കൈപ്പുള്ള വേര്, മുളപ്പ്. ഏതെങ്കിലും ഒരു കയ്പായിരിക്കും ഈ കയ്പ് തരുന്നത് അല്ലേ? Amen. There will be some bitterness that will pour on to other bitterness. ഏതെങ്കിലും ഒരു കയ്പ് കാണും എവിടെങ്കിലും ഒക്കെ. There will be somewhere ആ a കയ്പ് bitter root. നമ്മുടെ കയ്യിലങ്ങ് തരും. And that bitter root will come and I entangle will us. tell you friends, we are grown up now. Amen. നാം ഇപ്പോൾ മുതിർന്നവരാണ്. Those days are gone. ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി. We are grown up people. നാം ഇപ്പോൾ മുതിർന്നവരാണ്. If we hear anything about anybody, ആരെങ്കിലും കുറിച്ചും എന്തെങ്കിലും നാം and if it കേൾക്കുകയാണെങ്കിൽ, is pertaining to you, അത് നിങ്ങളെ കുറിച്ചാണെങ്കിൽ, instead of keeping that bitterness in your heart and every day coming for worship, this is bringing curse upon you. This will kill your blessings. ആ കയ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്നും വന്ന് ആരാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മീതെ ഒരു ശാപമായി വന്ന് നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുകയാണ്. Why we are called the children of God? നാം എന്തിനു വേണ്ടിയാണ് നമ്മളെ ദൈവമക്കൾ എന്ന് വിളിക്കുന്നത്? We need to remove the ashes every day. ആമേൻ. എല്ലാ ദിവസവും ഈ വെണ്ണീറുകൾ നാം മാറ്റണം. No, don't go after a week. ആമേൻ. ഒരാഴ്ച നാം കാത്തിരിക്കരുത്. നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല ഈ ആഷസ് ഒന്നും. And then later on then it becomes unmanageable. ഇവിടുന്ന് പിടിക്കണോ അവിടുന്ന് പിടിക്കണോ ഏത് പിടിക്കണം നമുക്ക് അറിയില്ല, കാരണം ഇഷ്ടംപോലെ ആയില്ലയോ. Amen. Once it is overwhelmed, then you do not know from where you need to start. Hey, do you understand? Amen. മനസ്സിലാകുന്നുണ്ടോ? Can we take all the ashes out? Amen. ഇന്ന് സകല വെണ്ണീറും നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയുമോ? And the third ash that I have seen is spiritual complacency. ആമേൻ. മൂന്നാമത്തെ വെണ്ണീറാണ് ആത്മീകമായി നാം തികഞ്ഞവരായി എന്ന് ചിന്തിക്കുക. We feel like, man, ഞാൻ അവരെ പോലൊന്നുമല്ല. Oh, I'm not like others. നമ്മൾ അങ്ങനൊന്നുമല്ല. I'm not like them. We become so complacent that we have nothing, no encounter with God. ആമേൻ. നാം ആ തികഞ്ഞ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലാണ്. That is also another ash. അത് മറ്റൊരു വെണ്ണീറാണ്. Church, പ്രിയ ദൈവമക്കളെ, Calvary Assembly, ദൈവസഭയെ, I don't want to make you comfortable with what you are. ആമേൻ. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങളെ ഒരുപാട് സ്വസ്ഥമായി സുഖമായിരിക്കുവാനല്ല ഈ ഞാൻ എല്ലാ ആഗ്രഹിക്കുന്നത്. ആഷും വെച്ചോണ്ട് കംഫർട്ടബിൾ ആയി ആരാധിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ അനുവദിക്കുന്നില്ല. The Holy Spirit will never allow you to keep all the ashes and continue worshiping God. Can you pick all the ashes today? ഇന്ന് സകല വെണ്ണീറും ഒന്ന് എടുത്തു മാറ്റുവാൻ Bring കഴിയുമോ? that ashes out of the altar. ആമേൻ. അത് ആ യാഗപീഠത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയുമോ? This ashes will someday, if you keep it heaping on, this will someday quench this fire. ഈ വെണ്ണീറുകൾ കുന്നുകൂടുമ്പോൾ ഇത് തീയെ കെടുത്തുവാനിടയാകും. Why God said you have to clean this? ആമേൻ. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇത് മാറ്റണമെന്ന്? Because God knows if you don't clean, ദൈവത്തിന് നന്നായി അറിയാം ഇത് if you don't നീക്കിയില്ലെങ്കിൽ, remove the ash, ഈ വെണ്ണീറുകൾ മാറ്റിയില്ലെങ്കിൽ this fire will not continue forever. ആമേൻ ഈ അഗ്നി നിരന്തരമായി How many കത്തുകയില്ല. of you want the fire of God in your life? ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ ആ തീ ഒന്ന് എന്റെ സ്തോത്രം ജീവിതത്തിൽ ചെയ്ത് ഒന്ന് സ്തോത്രം ചെയ്യാൻ ആവശ്യമുണ്ടെന്ന്? Can പറ്റുമോ? we just praise God? ഈ ഒരു തീ ഉള്ളിൽ ആഗ്രഹമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തോത്രം If you ചെയ്തു. desire to have this fire അതിനുവേണ്ടി kindled in ഈ your heart, ചാരമൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ, and for that if you have to ആ remove the ചാരമൊക്കെ ഒന്ന് ashes, മാറ്റണമെങ്കിൽ if you have to remove the ashes, ഇന്നത് മാറ്റുവാൻ തയ്യാറാണോ? Amen, are we willing to move it? എല്ലാം പറയാത്ത പാപങ്ങൾ, Amen, the things aren't confessing, മുറുകി പറ്റുന്ന എല്ലാ ശാപങ്ങൾ, all the lingering offenses, എല്ലാ കോംപ്ലിസൻസി, all spiritual complacency, അതെല്ലാം ഒന്ന് മാറ്റാൻ പറ്റുമോ? can we just remove it How many today? of you will pray for that today? എത്ര പേർ അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ Would you allow തയ്യാറാണ്? me, Lord? Amen, എന്നെ ഒന്ന് Would you allow me, Lord? തയ്യാറാക്കുമോ? എന്നെ ഒന്ന് ഒരുക്കുമോ ദൈവമേ? And you know who we are supposed to do that? Amen, ആരാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? Priest. പുരോഹിതനാണ് ചെയ്യേണ്ടത്. Priest. പുരോഹിതനാ ചെയ്യേണ്ടത്. We are the royal priesthood. നാം ആണ് റോയൽ പ്രീസ്റ്റ്. Hello. ആമേൻ. Number 2. ആമേൻ. രണ്ടാമത്തെ വസ്തുത. They thought all the 3 points are over. No. The second point is coming up now. ആമേൻ. രണ്ടാമത്തെ വസ്തുത വരുന്നതേ ഉള്ളൂ. We have 3 points and every 3 point has 3 sub points. ആമേൻ. 3 പ്രാധാന്യപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഓരോന്നിനും വേറെ 3 കാര്യങ്ങളുമുണ്ട്. The second one. രണ്ടാമത്തെ വസ്തുത. Add fresh
wood. പുതിയ വിറകുകൾ അതിനോട് ചേർക്കുക. Let's read Luke 9:23. ലൂക്കോസിന്റെ സുവിശേഷം 9:23. Let's read it together. If any man will come after me, let him deny himself and take up his cross daily and follow me. What do you mean by this? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? Yeah. So fire is from God. ദൈവത്തിൽ നിന്ന് ആ തീ ഇറങ്ങി. Why God need my wood? പിന്നെ ഇനി എന്റെ വാക്ക് എന്താ? എന്റെ ഈ വിറകൻ കൊണ്ട് എന്താണ് ദൈവത്തിന് ഉപയോഗം? സത്യം പറഞ്ഞാൽ ഒരു സെൻസും ഇല്ല അല്ലേ? I mean, in reality it doesn't make any sense. തീ ദൈവത്തിൽ നിന്നാ പിന്നെ എന്റെ വിറക്? The fire came from God, then what is the use of my wood? But Bible says bring the wood. വചനം പറയുന്നു ആ വിറക് കൊണ്ടുവരണം. That is where it shows you need to put something in there. ആമേൻ. നമ്മൾ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. It's not adding more fire. ആമേൻ. കൂടുതൽ തീ അല്ല നാം ഇടുന്നത്. It's not making you more holier than what God has done. ആമേൻ. ദൈവം ചെയ്ത വിശുദ്ധീകരണത്തെക്കാളും കൂടുതൽ വിശുദ്ധീകരണം ചേർക്കുകയല്ല. നമ്മളൊക്കെ ചിന്താഗതി എങ്ങനെയാ? We think it like that. അന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു വിശുദ്ധി ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. Amen. When I got saved, there was a standard of holiness that I had. കഠിനാധ്വാനം ചെയ്തിട്ട് And I worked so hard from that day. സ്റ്റാറ്റസ് കൂട്ടിക്കൊണ്ടിരിക്കുക. And I am increasing my status in my holiness. വിശുദ്ധിയുടെ അളവ് കൂടത്തില്ല. You cannot increase the status of your holiness. ദൈവം തന്ന അളവിന് അപ്പുറം വേറൊരു അളവില്ല. There is no other measurement of holiness than what God has അവൻ given. നമ്മളെ ശുദ്ധീകരിച്ചത് ഏറ്റവും വലിയ അളവ് കൂടുക. Amen. It is the greatest holiness that we receive from the cross of Calvary. What I am doing here, ഞാൻ എന്താണ് ഇപ്പോൾ ഇവിടെ I am ചെയ്യുന്നത്? just putting myself in there. ഞാൻ എന്നെ തന്നെ അവിടെ നൽകുവാണ്. So that this fire will continue to be burning on my altar. ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഈ യാഗപീഠത്തിൽ തീ നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കും. What are the woods that we put in? നാം കൊണ്ടുവരുന്ന വിറകുകൾ എന്തൊക്കെയാണ്? Number 1, ഒന്നാമതായി we put prayer. പ്രാർത്ഥനയുടെ വിറകുണ്ട്. Hello, we put prayer there. ആമേൻ. നാം പ്രാർത്ഥനയുടെ വിറക് കൊണ്ടുവരും. And Bible says 1 Thessalonians that pray without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ എന്ന് 1 തെസ്സലോനിക്കർ നാം വായിക്കുന്നു. Unquenched prayer. ആമേൻ. ഒരിക്കലും കെട്ടുപോകാത്ത പ്രാർത്ഥന. മലയാളത്തിൽ എന്താ പറയുന്നത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. So as a believer, ഒരു വിശ്വാസി എന്ന നിലയിൽ we need to continue in prayer. നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട Second, ആവശ്യമാണ്. continue in word of God. രണ്ടാമതായി നിരന്തരമായി വചനത്തിൽ ധ്യാനിക്കുക. ഹലോ, ആമേൻ. വചനം ധ്യാനിക്കുക. ഒരാഴ്ചയായിട്ട് തൊട്ടവരൊക്കെ ഈ സംഗതി ഒരാഴ്ച തൊട്ടിട്ടുണ്ടെങ്കിൽ, if you have touched this throughout this week, കഴിഞ്ഞ ഒരാഴ്ച തൊട്ടിട്ടുണ്ടെങ്കിൽ, if you have touched the word of God in this last week, ദൈവത്തോട് ധൈര്യമായിട്ട് പറ, കർത്താവേ ഞാൻ തൊട്ടു. Amen. Say it boldly that you have touched the word of God. നിങ്ങളുടെ മോൻ കാണുമ്പോൾ എനിക്കറിയാം. When I see your face, I know. കഴിഞ്ഞ ആഴ്ച പോയിട്ട് മാസങ്ങളായി തൊട്ടിട്ട് സൺഡേ വരുമ്പോൾ leave a week. It's been months that you have touched the word of God. ചെവി നുള്ളിക്കോ. Prick your ears. Hallelujah. Pray. പ്രാർത്ഥിക്കുക. Read the word of God. വചനം ധ്യാനിക്കുക. This adds the fuel. ഇതാണ് ഇതിനുള്ള ഇന്ധനം. This adds the fuel. ഇതാണ് ഈ അഗ്നിക്കുള്ള ഇന്ധനം. Your works are good. നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണ്. Your busyness is good. നമ്മുടെ തിരക്കെല്ലാം നല്ലതാണ്. But your devotion cannot be replaced with anything else. ആമേൻ. പക്ഷേ നമ്മുടെ ധ്യാനം മറ്റൊന്നുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. Your money cannot replace your devotion. നമ്മുടെ ധനം കൊണ്ട് നമ്മുടെ ധ്യാനത്തെ Your റീപ്ലേസ് ചെയ്യാൻ givings, കഴിയില്ല. your tithe cannot replace the devotion. നാം കൊടുക്കുന്ന സ്വത്രാഴ്ച ദശാംശം കൊണ്ടോ നമ്മുടെ വചന ധ്യാനത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. Your charity cannot replace the devotion. കൊടുക്കുന്ന ചാരിറ്റി കൊണ്ട് നമുക്ക് വചന ധ്യാനത്തെ മാറ്റിവെക്കാൻ Can I കഴിയില്ല. get a good amen? നല്ലൊരു ആമേൻ പറയാൻ കഴിയുമോ? Anybody can say big words coming on this ഈ platform. പുൽപിറ്റിൽ നിന്നുകൊണ്ട് വലിയ വാക്കുകൾ ആർക്കും വേണമെങ്കിൽ വിളിച്ചു But in പറയാം. our personal life, പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ this cannot be avoided. ആമേൻ ഇത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ല. Third thing, മൂന്നാമത്തെ വസ്തുത obedience. അനുസരണം. Obedience towards the word of God. ദൈവവചനത്തോടുള്ള അനുസരണം. Today we heard so many things. ഇന്ന് നാം ഒരുപാട് കാര്യങ്ങൾ കേട്ടു. How many of us are ready to obey? എത്ര പേര് ഇത് കേട്ടതിൽ അനുസരിക്കാൻ തയ്യാറാണ്? Friends, transformation is the first thing that happens in church. ആമേൻ. സഭയിൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ വസ്തുത രൂപാന്തരമാണ്. We had an opportunity to meet Pastor Satish Kumar last week. ആമേൻ. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ സതീഷ് കുമാറിനെ കാണുവാനിടയായി. Few of us went there. നമ്മളിൽ കുറച്ച് പേര് പോയി കാണുവാനിടയായി. Man, he is a man of God, very simple, very humble man of God. വളരെ ലഘുവായിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ മാൻ ഓഫ് ഗോഡ് ആണ്. The second largest church in the world. ആമേൻ. ലോകത്തിലുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ സഭ നടത്തുന്ന ഒരു വ്യക്തിയാണ്. The only one thing that I love about that the grand thing is, ആമേൻ. അതിലുള്ള ആ വലിപ്പത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുത ഇതാണ്.
completely Bible based. അത് സകലതും No വചനാടിസ്ഥാനപ്രകാരം. gimmicks, no tricks, nothing. ആമേൻ. അവിടെ ഒരു ഗിമിക്സും ട്രിക്സും ഒന്നും കാണിക്കുന്നില്ല. There's nothing else ആമേൻ. അവിടെ ഒന്നുമില്ല except the word of God. അവിടെ ദൈവവചനം മാത്രമാണ്. 420,000 plus people attends the worship. ആമേൻ. 420,000 അതിൽ ഉപരി ആൾക്കാർ അവിടെ ഉണ്ട്. Second largest church. ആമേൻ. അത് ലോകത്തിലെ That രണ്ടാമത്തെ ഏറ്റവും വലിയ itself is സഭയാണ്. the testament how important is the word of God. അത് തന്നെ നമുക്കൊരു സാക്ഷ്യമായി നിൽക്കുകയാണ് വചനത്തിന്റെ പ്രാധാന്യത എത്രത്തോളം. When somebody talks about your church, ആരെങ്കിലും നിങ്ങളുടെ സഭയെ കുറിച്ച് പറയുവാണെങ്കിൽ they should not be talking about the screen. ആമേൻ. ഇവിടെ സ്ക്രീനിനെ കുറിച്ചല്ല. They should not be talking about how good the music is. ആമേൻ. ഇവിടുത്തെ വാദ്യോപകരണം എത്ര മനോഹരമാണെന്നല്ല. They should talk about how well the word of God is being preached in the church. ആമേൻ. ആ സഭയിലെ ദൈവവചന പ്രഘോഷണം എത്ര മനോഹരമായിരിക്കുന്നു എന്നായിരിക്കണം And I പറയുന്നത്. want to tell all the young people who would ever look for a church, ആമേൻ. ഈ യൗവനക്കാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ എപ്പോഴെങ്കിലും ഒരു സഭ നോക്കുകയാണെങ്കിൽ don't pick a church that is good for music. ആമേൻ. അവിടുത്തെ വാദ്യോപകരണം നല്ലതായതുകൊണ്ട് ആ സഭയിൽ പോകരുത്. Don't pick a church because the ambience is good. ഓ, അവിടുത്തെ ആംബിയൻസ് വളരെ നല്ലതായതുകൊണ്ട് പോകരുത്. Don't pick a church where you don't have to give. ആമേൻ. അവിടെ ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് Don't pick a പറയരുത്. church where I don't have to answer anybody. ആർക്കും ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അവിടെ പോകരുത്. Pick a church that is Bible oriented, വചനാടിസ്ഥാന പ്രകാരമുള്ള ഒരു സഭയെ നിങ്ങൾ that will എപ്പോഴും hold you തിരഞ്ഞെടുക്കുക. accountable every week, അത് എല്ലാ ആഴ്ചയും നിങ്ങളെ ഉത്തരവാദിത്തോടെ that will hold you അന്വേഷിക്കുന്ന accountable every single day. ഓരോ ദിവസവും അത് ഉത്തരവാദിത്തോടെ നിങ്ങളെ നോക്കുന്നത്. That is where you pick a church. അപ്രകാരം ഒരു സഭയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. And the fourth wood is repentance, daily repentance. ആമേൻ. ദൈനംദിനമായുള്ള മാനസാന്തരമാണ് നാലാമത്തെ വിറക്. Amen. ആമേൻ. Let me go to the second one because that is the more important thing. രണ്ടാമത്തെ വസ്തുതയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. After fresh wood, there is something called guard the fire. ആമേൻ. നാം ആണെങ്കിൽ ഈ അഗ്നി കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. Okay, I'm going to the second most important thing. ആമേൻ. രണ്ടാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുതയാണ്. And church, mark this very, very important. ആമേൻ. ഇത് വളരെ പ്രാധാന്യമായി സഭ ശ്രദ്ധിച്ച് കരുതിക്കൊള്ളുക. The second most important thing is throw out the strange fire. ആമേൻ. അന്യാഗ്നി സകലതും പുറത്തു കളയണം. Now here is the problem. ആമേൻ. ഇതാണ് ഇവിടുത്തെ പ്രാധാന്യത. Go back if you have that image in your mind. ആമേൻ. ആ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് Fire പ്രൊമോട്ട്. came from God. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. In few chapters, ആമേൻ. അല്പ അധ്യായത്തിന് just ശേഷം, after few chapters, അല്പ അധ്യായത്തിന് ശേഷം they were very good, like they kept on doing things. ആമേൻ. അവരാണെങ്കിൽ അത് വൃത്തിയായി സൂക്ഷിക്കുവാനിടയായി. And a time came when Aaron's sons took the charge. അഹരോന്റെ മക്കൾ ഇതാ നേതൃസ്ഥാനത്ത് വന്ന സമയം. പാവ ഉപദേശിയായിരുന്നു ആദ്യത്തെ. Amen. He was a poor pastor പിന്നെ initially. റൈറ്റ് റെവറൻഡും ഡോക്ടറൊക്കെ കയറി വന്നു. And after that there came a reverend doctor. പിന്നെ റൈറ്റ് റെവറൻഡ് ഡോക്ടർ, രണ്ട് ഡോക്ടർമാർ കയറി വന്നു. Amen. There were two doctors. നാദാബ് and അബീഹു. Their names were Nadab and They Abihu. felt like this fire is not, it's an old time fire. ഈ അഗ്നി പഴയ ഒരു അഗ്നി. Old school. പഴയ ചിന്താഗതിയിലുള്ള. Aaron is an old school guy. അഹരോനും പഴയ Okay, but ചിന്താഗതിക്കാരനാണ്. something has to be done for the new generation. അവൻ ഇതാ പുതിയ തലമുറയ്ക്ക് പുതിയ രീതിയിൽ ചിലതൊക്കെ ചെയ്യണം. Something has to be done. പുതിയ ചില കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അവരെന്ത് ചെയ്തു അറിയാം? And then what they did, They didn't remove the ash. അവര് വെണ്ണീർ മാറ്റിയില്ല. They didn't add new woods. അവൻ പുതിയ വിറകുകൾ അവർ They കൊണ്ടുവന്നില്ല. didn't even take care of the fire. അവർ ആ ഉള്ള അഗ്നിയെ സൂക്ഷിച്ചതുമില്ല. ഇവന്മാരെ stakes അടിക്കാനിരിക്കുവായിരുന്നു. They were waiting to have steaks from പിന്നെ സ്റ്റേക്ക് അവർ കൊണ്ടുവന്ന് അങ്ങോട്ട് മാംസം കൂടി ഇടുമ്പം ആ ചോരയോടെ മാംസം എടുത്ത് കഴിക്കുന്ന സ്റ്റേക്ക് അല്ല, സൂപ്പർ സ്റ്റേക്ക്. They began to eat their flesh along with the blood from the altar. They forgot Amen. that fire comes from God. Amen. ഈ അഗ്നി ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് അവർ മറന്നു പോകാനിടയായി. And the fire shut down. Amen. ആ തീ കെട്ടുപോകാനിടയായി. What Nadab and Abihu did. Amen. എന്താണ് നാദാബും Let's അബീഹും read. ചെയ്തത്? And Nadab and Abihu offered strange fire before the Lord, which he commanded them not. And they went out fire from the Lord, and then went out fire from the Lord and devoured them. Amen. മലയാളത്തിൽ വായിക്കാവുന്നത്? അനന്തരം അഹരോന്റെ പുത്രന്മാരായ ആ. നാദാബും അബീഹുവും ആ. ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് ആ. അതിന്മേൽ ധൂപവർഗം ഇട്ടു. ആ. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാതെ ആ. അഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. Okay, now listen very carefully. ശ്രദ്ധിച്ച് നിങ്ങളത് കേൾക്കണേ. Youths, all the young people,
all the young adults, എല്ലാ യൗവനക്കാരും, all the adults, എല്ലാ മുതിർന്നവരും, all the seniors, ആമേൻ, ഇവിടെ ആയിരിക്കുന്ന സകലരും, especially all the pastors, എല്ലാ ദൈവദാസന്മാരും, every minister. എല്ലാ ശുശ്രൂഷകരും Remember this. ഒന്ന് ശ്രദ്ധിക്കുക. God knows his fire. ദൈവത്തിന് ദൈവം അയച്ച അഗ്നി നന്നായി അറിയാം. God knows. ദൈവത്തിന് അത് നന്നായി അറിയാം. You can never duplicate അതിനെ God's fire. അതിനെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് You ചെയ്യാൻ കഴിയില്ല. can never duplicate God's fire. ഒരിക്കലും ദൈവത്തിന്റെ അഗ്നിയെ Can I നമുക്ക് get a good ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ amen കഴിയില്ല. here? നല്ലൊരു ആമേൻ കേൾക്കാമോ? Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Amen. ആമേൻ. God's anointing cannot be duplicated. ദൈവത്തിന്റെ അഭിഷേകത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. God's holiness cannot be duplicated. ദൈവത്തിന്റെ വിശുദ്ധിയെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. God's word cannot be duplicated. ദൈവവചനത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. When he says remove ashes means remove ashes. ദൈവം വെണ്ണീർ മാറ്റാൻ പറഞ്ഞാൽ മാറ്റുക തന്നെ When he ചെയ്യുക. says add wood, add wood. ആമേൻ. വിറക് അത് ചേർക്കാന്ന് പറഞ്ഞാൽ വിറക് Don't കൊണ്ടുവന്നിരിക്കണം. bring the strange fire in the house of the Lord. ദൈവഭവനത്തിന്റെ ഉള്ളിലേക്ക് അന്യാഗ്നി കൊണ്ടുവരരുത്. Don't bring strange fire in the family. ആമേൻ. കുടുംബങ്ങളിൽ അന്യാഗ്നി കൊണ്ടുവരരുത്. Don't bring strange fire in your personal life. വ്യക്തിപരമായ ജീവിതത്തിൽ അന്യാഗ്നി കൊണ്ടുവരരുത്. The same fire that came from heaven onto the altar to forgive sins. ആമേൻ. പാപ പരിഹാരത്തിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന അതേ അഗ്നി, The same fire can devour us also. അത് നമ്മെ ദഹിപ്പിക്കുവാനും കഴിയും. Amen. Amen. On one side, ഒരു വശത്ത് that fire sanctifies you. അത് നമ്മളെ On the ശുദ്ധീകരിക്കുന്നതാണ്. other side, മറുവശത്ത് when you duplicate the fire, നാം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് it ചെയ്യുമ്പോൾ can consume you. അത് നമ്മളെ ദഹിപ്പിക്കുകയോട് ചെയ്യും. I know nobody will preach that. ഇതിനെക്കുറിച്ച് ആരും Let me പ്രസംഗിക്കാൻ preach in United States of America പക്ഷേ ഈ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഞാൻ to each and പ്രസംഗിക്കട്ടെ. everybody who is in Calvary. ഇവിടെ ഈ സഭയിലുള്ളവരോടും Tremble before the Lord. ആമേൻ. ദൈവസന്നിധിയിൽ നാം Tremble വിറയ്ക്കട്ടെ. before the Lord. ദൈവസന്നിധിയിൽ Put away ഭയത്തോടെ all the നിൽക്കുക. dramas out. ആമേൻ. എല്ലാ മറ്റു ഡ്രാമകളും Put all the dramas out. ചെയ്യുന്ന സകല We പ്രകടനങ്ങളും don't want any drama in this place. ഇവിടെ ഒരു പ്രകടനവും ആവശ്യമില്ല. This is God's place. ഇത് ദൈവ This is സാന്നിധ്യമാണ്. God's altar. ഇത് ദൈവത്തിന്റെ This is യാഗപീഠമാണ്. God's word. ഇത് ദൈവത്തിന്റെ We will പ്രവൃത്തിയാണ്. preach the word of God. ഇവിടെ ദൈവവചനമാണ് We will bring the പ്രസംഗിക്കുന്നത്. fire of God here. ഇവിടെ ദൈവത്തിന്റെ അഗ്നിയാണ് We കത്തുന്നത്. don't want human fire. ആമേൻ. ഇവിടെ മനുഷ്യരുടെ അഗ്നി ആവശ്യമില്ല. We don't want a complacent fire. ആമേൻ. ഇവിടെ തികഞ്ഞവരുടെ ഒരു അഗ്നി If ആവശ്യമില്ല. you believe that, give God glory, honor, and praise. മനസ്സിലാക്കുന്നവർ ചേർന്ന് നിൽക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. I want to tell all the youths here, ആയിരിക്കുന്ന യുവജനങ്ങളോട് all ഞാൻ the young പറയട്ടെ. adults here, ആമേൻ. ഞങ്ങളുടെ അച്ഛനോട് no matter പറയട്ടെ. what you do, നീ എന്ത് തന്നെ ചെയ്താലും you are answerable to God. ദൈവത്തോട് മറുപടി Let പറയേണ്ടതാണ്. me hold you accountable. ആമേൻ. നിങ്ങളെ ഉത്തരവാദിത്തോടെ You ഞാൻ are നിർത്തട്ടെ. answerable to God. ദൈവത്തോട് മറുപടി നമ്മൾ പറയേണ്ടതാണ്. എല്ലാവരും മറക്കാം, ആമേൻ. We can cover it up. എല്ലാവരും മറക്കാം. Anyone can cover it up. ചിലരുടെ മേൽ ഈ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. Amen. To oversum this fire is coming up. മറച്ചു വെക്കുവാണെങ്കിൽ, If you're covering it up, ഡ്യൂപ്ലിക്കസി ചെയ്താൽ if you're duplicating നീ it, അറിയുന്നില്ല, you are not knowing it. എവിടൊക്കെ എരിഞ്ഞോണ്ടിരിക്കുക. Oh, it is consuming അവൻ certain areas. തീർക്കുന്നില്ല. He is not fully പക്ഷെ consuming എവിടൊക്കെ you, എരിഞ്ഞോണ്ടിരിപ്പുണ്ടല്ലോ. but it is consuming on one പല side. കാര്യം നീ പ്രാർത്ഥിക്കുന്ന പോലെ നടക്കാത്തതും, You're praying for many things, but it's പല not happening. കാര്യത്തിന്മേൽ ദൈവകരം അനുകൂലമായി നിൽക്കാത്തത് You're കൊണ്ടും not seeing the hand of God in many areas. എവിടൊക്കെയോ എരിഞ്ഞോണ്ടിരിക്കുക. Oh, somewhere this fire അത് is consuming പൂർണ്ണമായി you. തകരാതിരിക്കണമെങ്കിൽ Before it destroys you, മടങ്ങി വരുവാൻ ദൈവാത്മാവിൽ ഞാൻ the വിളിച്ചു Holy പറയുന്നു. Spirit says, repent and come back. Come on, come back to the Lord. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. Come back to the Lord. ദൈവസന്നിധിയിലേക്ക് You മടങ്ങി have only വരിക. 70 to 80 years here. 70-80 വർഷം മാത്രമേ ജീവനുള്ളൂ. It's not worth to live with a strange fire. ആമേൻ. അന്യാഗ്നി കൊണ്ട് ജീവിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. Hello? ആമേൻ. The 70 years will go like this. ഈ 70 വർഷക്കാലം സംവത്സരം വേഗത്തിൽ പോകും. I still remember playing gilli danda. ആമേൻ. ഞാൻ ഗില്ലി ഡണ്ട കളിക്കുന്നത് ഞാൻ I ഓർക്കുന്നു. still remember playing marbles. ആമേൻ. ഗോലി കളിക്കുന്നത് ഞാൻ ഓർക്കുന്നു. Became 52. ആമേൻ. ഇത് 52 വയസ്സുണ്ട്. I don't know how this went so fast. ഇത് എത്ര വേഗത്തിൽ സമയം പോയെന്ന് ഞാൻ Within ചിന്തിക്കുന്നു. next 20 years, I will not be here. ആമേൻ. അടുത്ത 20 വർഷം ഞാൻ ഉണ്ടാകുമോ എന്ന് But എനിക്കറിയില്ല. an eternity is there. പക്ഷെ ഒരു നിത്യതയുണ്ട്. One eternity is ഒരു there. നിത്യതയുണ്ട്. Come on, hello church. ആമേൻ. സഭയെ, Come on, church. സഭയെ, Hallelujah. Hallelujah. Every bitterness will go. എല്ലാ കയ്പും മാറട്ടെ. Every unforgiveness will go. എല്ലാ Everything will go. സകലതും But വിട്ടുമാറണം. one thing remains. പക്ഷെ ഒരു കാര്യം Your നിരന്തരമായി eternity in Christ. നിത്യത ക്രിസ്തുവിലുള്ള Calvary നിത്യതയുണ്ട്. Assembly. പ്രിയ ദൈവമക്കളെ, Our post has a period. ആമേൻ. നമ്മുടെ ഇവിടുത്തെ സമയത്തിന് ഒരു കാലാവധിയുണ്ട്. A title has a period. നമ്മുടെ ഉള്ള സകല ടൈറ്റിൽ Our ഒരു കാലാവധിയുണ്ട്. position has a time frame. സ്ഥാനങ്ങൾക്ക് ഒരു But സമയമുണ്ട്. there is something that has no time frame. പക്ഷെ ഒരെണ്ണത്തിന് And സ്ഥാനമില്ല. that is the eternity with Christ. അത് ക്രിസ്തുവിനോടൊപ്പം Somebody give a big hand to Lord and worship
the name of the Lord. അടിച്ച ദൈവത്തെ ബോധപ്പെടുത്താൻ Shokora കഴിയുമോ? Rabashanta Nagasia. Vivaragana, Hataraba Shakela Labauda Nagasia. Hallelujah. Hallelujah. Vivaragana, Hallelujah. Let's bring the real fire. ആ യഥാർത്ഥമായ അഗ്നി Let's have the real ആ fire. യഥാർത്ഥമായ അഗ്നി What are ആഗ്രഹിക്കാം. the strange fires in the എന്താണ് church? ഈ ദൈവസഭയിലുള്ള അഗ്നികൾ? What are the strange fires in the church? ആമേൻ. സഭയിലുള്ള അഗ്നി Come on, എന്തൊക്കെയാണ്? listen this carefully. ശ്രദ്ധിച്ച് നിങ്ങൾ What are the കേൾക്കുക. strange fires എന്താണ് അന്യാഗ്നികൾ? in the church? സഭയ്ക്കകത്തുള്ള അന്യാഗ്നികൾ. I'm not talking about this unit. ആമേൻ. ഈ ഒരു സഭയെക്കുറിച്ചല്ല, I'm talking in the church. ഞാൻ പൊതുവെയുള്ള സഭയിലുള്ള Number കാര്യമാണ്. one. ഒന്നാമതായി We have worship without holiness. വിശുദ്ധി കൂടാത്ത ആരാധന. We have worship, ആരാധനയുണ്ട്, no holiness. പക്ഷെ ഒരു വിശുദ്ധിയുമില്ല. Tagarpan worship, It's a very big worship. upside down agana worship, Oh, you can worship upside down. zero holiness, പക്ഷെ ഒട്ടും തന്നെ വിശുദ്ധിയില്ല. strange fire. അതൊരു അന്യാഗ്നിയാണ്. Number two, രണ്ടാമതായി preaching without conviction. സ്വയമേ ഒരു കുറ്റബോധമില്ലാതെ പ്രസംഗിക്കുക. പ്രസംഗാണ് ബുദ്ധിമുട്ട്. Amen. Is preaching difficult? You go to any AI tool, Amen. ഏതൊരു AI എടുത്താലും we will get a super sermon. വളരെ മനോഹരമായ പ്രസംഗം അവർ And ഒരുക്കി we തരും. can preach it without being convicted to us. Amen. സ്വയമേ അത് നമ്മളോട് പ്രാബല്യമാക്കാതെ കുറ്റബോധമില്ലാതെ നമുക്ക് There is നന്നായി nothing പ്രസംഗിക്കാൻ wrong in കഴിയും. going and learning. Amen. പോയി പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. Nothing wrong in doing research. Amen. റിസർച്ച് ചെയ്യുന്നതിലും തെറ്റില്ല. But if that preaching has not convicted you, Amen. പക്ഷേ ആ ഒരു പ്രസംഗം നിങ്ങൾ ഒരു മാനസാന്തരം ഉണ്ടാക്കിയില്ലെങ്കിൽ don't preach. അത് പ്രസംഗിക്കരുത്. Don't preach. അതൊരിക്കലും പ്രസംഗിക്കരുത്. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Number three, മൂന്നാമതായി we are great ministers. ആമേൻ വലിയ ശുശ്രൂഷകരാണ്. ഭയങ്കര ശുശ്രൂഷയല്ലേ? ഗ്രേറ്റ് മിനിസ്ട്രി. Zero character. No character. ഒട്ടും തന്നെ സ്വഭാവ സവിശേഷതയില്ല. എല്ലാ മിനിസ്റ്റർ. ആമേൻ. ബിഗ് മിനിസ്റ്റർ. പിന്നെ ആമേൻ. right reverend, most reverend, left reverend, എല്ലാ reverends ആ. Amen. You have all the prefix and postfix on your name. പേപ്പർ കഷ്ണം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. I mean, you will receive a lot of. നിങ്ങൾ തന്നില്ലെങ്കിൽ തരണ്ട, അടുത്തതും തരാൻ ആളവിടെ നിൽപ്പുണ്ട്. I mean, if you don't give, it is fine. There is someone else to give. ആഹാ, നിങ്ങൾ തരണ്ട, അപ്പുറത്തെ ആളുണ്ട്. I mean, if you don't give, there is someone else ചർച്ച to കൂടെ give. തന്നില്ലെങ്കിൽ ഏജി ഉണ്ട്. If Church of God doesn't give, AG is ഇനി there. രണ്ടും തന്നില്ലെങ്കിൽ IPC ഉണ്ട്. If both of them doesn't give, IPC is there. ഇനി ഒന്നും വേണ്ടെങ്കിൽ ഷാരൂണും ഉണ്ട്. If none of them does, Sharon is there. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. There are many. Hallelujah. Let me tell you, friends. സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ. I want to tell you, ministry cannot be done without character. സ്വഭാവ സവിശേഷതയില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയില്ല. Everybody, Sunday school teachers, ഇവിടെ ആയിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ, youth leaders, യൗവനക്കാരുടെ ലീഡേഴ്സ്, God is not very much interested in your talents. ആമേൻ. ദൈവം നിങ്ങളുടെ താലന്തുകളിലല്ല നോക്കുന്നത്. God is interested in your character. നിങ്ങളുടെ സ്വഭാവത്തിലാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. Character. ആമേൻ. സ്വഭാവത്തിലാണ് ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. If you have no character, I'm sorry. Come and tell me, Pastor, I cannot be a minister. ആമേൻ. നിങ്ങൾക്ക് സ്വഭാവമില്ലെങ്കിൽ, നല്ല സ്വഭാവമില്ലെങ്കിൽ ഒന്ന് പറയുക, എനിക്കതില്ല. Hello, are you with me? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? And all these worship leaders, singers, let me tell you, you are not just accountable when you're on stage. നിങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമല്ല ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ ചെയ്യുന്നത്. Even when you are not on stage. നിങ്ങൾ ഈ പുൾപിറ്റിൽ നിൽക്കുന്നില്ലാത്തപ്പോഴും, In every social media, നിങ്ങളുടെ സകല സോഷ്യൽ മീഡിയയിലും what you are posting, നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, you are accountable to that. അതിന് നിങ്ങൾ ഉത്തരവാദികളാണ്. You are bringing strange fire on the pulpit. ആമേൻ. നിങ്ങൾ അന്യാഗ്നിയാണ് ഈ പുൾപിറ്റിൽ കൊണ്ടുവരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആമേൻ. Anything that you do in church, നിങ്ങൾ സഭയിൽ ചെയ്യുന്ന എന്തുമായിക്കൊള്ളട്ടെ, if it is not aligned with the real character, ആമേൻ, നിങ്ങളുടെ യഥാർത്ഥമായ സ്വഭാവത്തിൽ കൂടി അത് ചേർന്ന് പോകുന്നില്ലെങ്കിൽ, I'm sorry, ക്ഷമിക്കണം, you are bringing strange fire. നിങ്ങൾ അന്യാഗ്നിയാണ് കൊണ്ടുവരുന്നത്. But because there are few people who are praying, ആമേൻ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായതുകൊണ്ട്, കത്തിച്ചാമ്പലായില്ലെന്നേ ഉള്ളൂ. you are not yet fully consumed. മാനസാന്തരം മടങ്ങി വരുവാൻ Amen. ദൈവത്തിന്റെ ആത്മാവിൽ വചനത്തിൽ വിളിച്ചു പറയുന്നു. Through the word of God, the Holy Spirit unction is giving you to repent and come back. We have churches with crowds. ആമേൻ. വലിയ ജനക്കൂട്ടമുള്ള സഭയുണ്ട്. Oh, crowd, but no cross. പക്ഷേ അവിടെ ക്രൂശിന്റെ അനുഭവമില്ല. You know, for a period of time, I am thinking about, do really I need a church of 800 and 1,000 people? ആമേൻ. 800 1000 വ്യക്തികളുള്ള സഭ ആവശ്യമുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട്.
if it is just to bring crowds, അത് വെറും ഒരു ജനക്കൂട്ടം മാത്രമാണെങ്കിൽ that is not what God wants. അതല്ല ദൈവത്തിന് ആഗ്രഹം. We want a crowd with cross. ആമേൻ. ക്രൂശിന്റെ അനുഭവമുള്ള ഇവിടെ വർദ്ധിക്കും തോറും അവർ ദൈവാത്മാവിൽ നിറഞ്ഞോണ്ടിരിക്കണം. Amen. As the crowd increases, they need to be filled with the presence of God. Hallelujah. Amen. I don't need a name. Pastor Shibu and Calvary is a mega church. Amen. Pastor Shibu and Calvary അതൊരു മെഗാ ചർച്ച് എന്നുള്ള പേരല്ല ആവശ്യം. This name will not give anything. ആ പേരുകൾ എനിക്കൊന്നും നൽകി തരത്തില്ല. In long term eternity, ആമേൻ. നിത്യതയിൽ God is not asking me how big church was. ഓ സഭ എത്ര വലുതായിരുന്നെന്നല്ല But ചോദിക്കുന്നത്. God will ask me how many carried cross in the church. ആമേൻ. സഭയിൽ ക്രൂശിന്റെ അനുഭവമുള്ള എത്ര പേരുണ്ടെന്ന് ചോദിക്കുന്നത്. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. You don't like me, that's okay. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല. I'm developing the second line of leadership. ആമേൻ. നേതൃത്വത്തിന്റെ രണ്ടാമത്തെ The രീതിയിലേക്ക്. day you don't like me, let me know. ആമേൻ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആ ദിവസം എന്നോട് പറയുക. I know those days are coming very soon. ആമേൻ. അത് അധികം താമസിക്കാതെ വരുന്നത് എനിക്കറിയാം. The second leadership is ready. ആമേൻ. But I will tell you, പക്ഷേ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. as long as I breathe, ആമേൻ. ഞാൻ ശ്വസിക്കുന്നിടത്തോളം കാലം I will be the same. ആമേൻ. ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും. I have seen the goodness of the Lord. ആമേൻ. ദൈവത്തിന്റെ നന്മ ഞാൻ Who അനുഭവിച്ചറിഞ്ഞതാണ്. I am is because of this ഞാൻ God. ആരായിരിക്കുന്നു അത് ഈ I ദൈവമുഖാന്തരമാണ്. know where I was. ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്കറിയാം. I know from where God took me to this place. ആമേൻ. എവിടുന്നാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയത് എനിക്കറിയാം. Only because I honored this word of ഈ God. ദൈവവചനത്തെ ബഹുമാനിച്ചത് കൊണ്ടാണ് I will എനിക്കറിയാം. continue to honor the word of God. ഇനിയും തുടർന്നും ഞാൻ ഈ I need a ദൈവവചനത്തെ church that will honor the word of God. ഈ ദൈവവചനത്തെ ബഹുമാനിക്കുന്ന ഒരു I need സഭയെ a church that will honor the word of God. ഈ ദൈവവചനത്തെ ഒന്ന് ബഹുമാനിക്കുന്ന ഒരു I ദൈവമക്കളെ know ആഗ്രഹിക്കുന്നു. there are sometimes I will be very straight to you. ഞാൻ ചില സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. Very straight to you. വളരെ നേരെ ഞാൻ നിങ്ങളോട് കാര്യം പറയും. You may not like it. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. But friends, somebody has to come up straight on your face. പക്ഷേ ദൈവമക്കളെ ആരെങ്കിലും നിങ്ങളോട് നേരിട്ട് ഇത് പറഞ്ഞേ ആവശ്യമുള്ളൂ. Nobody will say this in your lifetime. നിങ്ങളുടെ ജീവിതത്തിൽ ഇതാരും നിങ്ങളോട് പറയുകയില്ല. Church, പ്രിയ ദൈവമക്കളെ, let's be away from strange fire. ആമേൻ. നമുക്ക് ഈ അന്യാഗ്നി വിട്ടൊഴിയാം. Another thing, strange fire, revelation. ആമേൻ. വെളിപ്പാട്. പിന്നെ ഭയങ്കര revelation ആണ്. ആമേൻ. great revelations. അയ്യോ, അഡ്രസ് പറയും, You'll say the വണ്ടി address. നമ്പർ പറയും, We'll say the number plate. ഇന്ന് രാവിലെ എന്ത് കഴിച്ചു അത് പറയും, What you ate this morning. പിന്നെ ഇനിയും അങ്ങോട്ട് പൈസ പിന്നെ ബാങ്ക് അക്കൗണ്ടും പറയും, We'll say the bank account number. എല്ലാം പറയും. We'll reveal everything. പക്ഷേ നോ സബ്മിഷൻ. ആമേൻ. ഒരു കീഴ്പ്പെടലില്ല. Listen, all the ministers, എല്ലാ ദൈവദാസന്മാരും ഇത് no കേൾക്കുക. matter how big minister you are, എത്ര വലിയ how big ശുശ്രൂഷകനാണെങ്കിലും revelation you bring, എത്ര വലിയ വെളിപ്പാട് കൊണ്ടുവന്നാലും if you don't have the spirit of submission, കീഴടങ്ങാനുള്ള മനസ്സിലെങ്കിൽ you will never succeed in ministry. ശുശ്രൂഷയിൽ ഒരിക്കലും ഉയർച്ച വരികയില്ല. Hello? ആമേൻ. Hello? ഹല്ലേലൂയ. ഒന്നൊന്ന് സ്തോത്രം ചെയ്യും. എനിക്ക് അറിയാം ബുദ്ധിമുട്ടാ, just praise എങ്കിലും God? ഒന്ന് സ്തോത്രം ചെയ്തു. It is difficult, but can we just praise God? Hallelujah. And church, when you mix with world, ലോകവുമായി നാം ഇണകൂടുമ്പോൾ that's an issue. അതും ഒരു പ്രശ്നമാണ്. I want you to have a testing here. We'll close this. I want you to have a testing. ആമേൻ. ഇവിടെ ഈ ഒരു പരിശോധന നമുക്കൊന്ന് ചെയ്യാം. True fire and strange fire. യഥാർത്ഥമായ അഗ്നിയും അന്യാഗ്നിയും. Can you read that? ആമേൻ. നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? Okay, what are the true fire? How you identify the true fire and the false fire? ആമേൻ. യഥാർത്ഥമായ അഗ്നിയും അന്യാഗ്നിയും നമുക്ക് എങ്ങനെ പരിശോധിച്ച് True മനസ്സിലാക്കാം? fire comes from God's presence and truth. ആമേൻ. സത്യത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നുമാണ് യഥാർത്ഥമായ അഗ്നി വരുന്നത്. Strange fire comes from man's offering. ആമേൻ. മനുഷ്യർ കൊണ്ടുവരുന്നതിൽ നിന്നാണ് അന്യാഗ്നി വരുന്നത്. പണ്ടൊക്കെ പുകയില്ലാത്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ പുക ഉണ്ടാക്കൂലേ? ആമേൻ. Before there was no smoke, now we make smoke. പിന്നെ പുകയൊക്കെ ഉണ്ടാക്കിയിട്ട് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ നമ്മൾ. We create ambience. അല്ല ചെയ്തോ, അതൊക്കെ യൂത്തിനൊക്കെ നല്ലതാ അത്. പക്ഷെ അതല്ല ദൈവത്തിന്റെ സാന്നിധ്യം, അത്രേ ഉള്ളൂ. And you do it, the youth enjoy it, but that is not the I'm real not presence saying of God. putting lights and everything is wrong. ആമേൻ. ഇവിടെ ലൈറ്റ് വെക്കുന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. But don't depend that is the presence of God. പക്ഷേ അതല്ല ദൈവ സാന്നിധ്യം. Number 2, true രണ്ടാമത്. fire. True fire will lead to repentance and transformation. മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും യഥാർത്ഥമായ അഗ്നി നമ്മളെ നയിക്കും. ഇന്ന് ഇവിടെ ശരിക്കും ഒരു അഗ്നി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ആമേൻ. If true fire comes down today, ഒറ്റയൊരുത്ത നേരെ ഇരിക്കത്തില്ല ഇവിടെ. ആമേൻ, none of you will sit straight today. ഇന്ന് ജീവിതം മാറും, Amen. Your life will be transformed. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, There will be transformation സമർപ്പണം നടക്കും. and there will be repentance. And what will happen with strange fire? ആമേൻ. അന്യാഗ്നിയിൽ എന്താ സംഭവിക്കുന്നത്? We ride on feelings. ആമേൻ. നമ്മുടെ വികാരങ്ങളിലായിരിക്കും നാം I യാത്ര felt ചെയ്യുന്നത്. so heavy. ഓ, ഇന്ന് വളരെ സാന്നിധ്യം. I felt so light. ആമേൻ. ഇന്ന് വളരെ ഭാരമില്ലാത്ത അനുഭവത്തിലായിരുന്നു. By the way, these are just
psychological things. ആമേൻ. ഇതെല്ലാം മാനസികമായുള്ള It's ഒരു not spiritual. വിഷയങ്ങളാണ്. അത് ആത്മീയമല്ല, It is psychology. അത് മാനസികമായുള്ള Yeah, വിഷയങ്ങൾ. come to me. I will give you a session where will feel very light. ആമേൻ. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വേറൊരു Go സെക്ഷൻ to തരാം. Sheba. She will also give you that. ശിവ സിസ്റ്ററിന്റെ അടുത്ത് പോയാലും അതുപോലെ കേൾക്കും. We all do that. നാം എല്ലാവരും അത് That's ചെയ്യുന്നതാണ്. psychology. അത് സൈക്കോളജിയുടെ ഭാഗമാണ്. Amen. True fire will change you and will not allow you to sit in the same way. ആമേൻ. നമ്മളെ യഥാർത്ഥമായ അഗ്നി രൂപാന്തരപ്പെടുത്തി മുമ്പിലത്തേക്കാൾ മെച്ചമായി നടത്തും. True fire is fueled by scripture. ആമേൻ. ദൈവവചനത്താലാണ് അതിന് ഇന്ധനം നിറയ്ക്കുന്നത് യഥാർത്ഥമായ അഗ്നിക്ക്. Hello? ആമേൻ. And now church, listen this carefully. ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കുക. You know, when preaching happens, പ്രസംഗം നടക്കുമ്പോൾ if somebody is not quoting the word ആമേൻ ദൈവവചനത്തിൽ നിന്ന് ഒന്നും പറയുന്നില്ലെങ്കിൽ and bringing all kind of theories, ആമേൻ ഒരുപാട് തിയറികൾ പറയുകയാണെങ്കിൽ that is not the true fire. അത് യഥാർത്ഥമായ അഗ്നിയല്ല. ഒരു 40 മിനിറ്റ് പ്രസംഗിക്കാൻ കൊടുത്താൽ ആമേൻ. If you give 40 minutes to preach, ഒരു 20 മിനിറ്റ് പാട്ട് പാടി കളയും. ആമേൻ 20 minutes you will sing a song. അതിനിടയ്ക്ക് പിന്നെ അവിടുത്തെ കുറെ എക്സ്പീരിയൻസ് പറയും. And then we'll share a lot of experience. പിന്നെ അവിടുത്തെയും ഇവിടുത്തെയും കാര്യങ്ങൾ പറയും. And then we'll share things from here and there. അതൊരു 10 മിനിറ്റ് കൊണ്ട് തീരും. ഷൂ അല്ലേ, And then ആഷ് അല്ലേ. because it is just ash it. പിന്നെ അവസാനം തീരുന്ന മുമ്പേ പിന്നെ ഒരു പാട്ട് വേണമല്ലോ. And then concluding song. അപ്പൊ എന്തിനാ ഈ വിളിച്ച 40 മിനിറ്റിന് Then വേണ്ടി? why were you called for this 40 minutes? സംഭവമൊന്നുമില്ല. There was nothing. Church, it's high time to discern this. ആമേൻ. ഇത് തിരിച്ചറിയേണ്ട വലിയ സമയമാണിത്. നമ്മൾ ഇതൊന്നും അവരെ പറയുന്നില്ലെങ്കിലും discern it. ആമേൻ. Even though we don't declare it, we have to discern it. Okay? Amen. True fire will exalt Christ. ആമേൻ. യഥാർത്ഥമായ അഗ്നി ക്രിസ്തുവിനെ ഉയർത്തുവാനിടയാകും. And what will happen with false fire? അഗ്നി എന്താണ് ചെയ്യുന്നത്? Man is lifted. ആമേൻ. അവിടെ മനുഷ്യരെയാണ് ഉയർത്തുന്നത്. Talent is lifted. അവിടെ കഴിവുകളെയാണ് Personality ഉയർത്തുന്നത്. is lifted. വ്യക്തിത്വത്തെയാണ് ഉയർത്തുന്നത്. True fire, ആമേൻ. യഥാർത്ഥമായ അഗ്നി it can always be tested by scripture. അത് എപ്പോഴും വചനവുമായി നമുക്ക് താരതമ്യം ചെയ്യാം. False fire has nothing to do with word. ആമേൻ. അഗ്നിക്ക് വചനവുമായി ഒരു ബന്ധവുമില്ല. I just feel like that. ഓ എനിക്ക് അങ്ങനെ തോന്നുകയാണ്. Friends, പ്രിയ മക്കളെ, let the fire of God continue to burn. ആമേൻ. ദൈവത്തിന്റെ അഗ്നി നിരന്തരമായി With that, the third point comes, and the last point. ആമേൻ. മൂന്നാമത്തെ വസ്തുത ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. Trust in the true fire. ആമേൻ. ഈ യഥാർത്ഥമായ അഗ്നിയിൽ നിങ്ങൾ ആശ്രയിക്കുക. This fire will purify. ഈ അഗ്നി നമ്മളെ ശുദ്ധീകരിക്കും. This fire will sanctify. ഇത് നമ്മളെ നിർമ്മലപ്പെടുത്തും, ശുദ്ധീകരിക്കും. And this fire will prepare us. നമ്മളെ ഒരുക്കുവാനും ഇടയാകും. Hello? ആമേൻ. You know, actually in Malayalam and in English, sanctifying and purification is the same kind of things. ആമേൻ. മലയാളത്തിൽ പ്യൂരിഫൈയും സാങ്ക്ടിഫൈയും ഒരേ അർത്ഥമാണ് വരുന്നത്. Even in English also. ഇംഗ്ലീഷിലും അതേ അർത്ഥമാണ് But വരുന്നത്. the root word is different. പക്ഷേ ഇതിന്റെ മൂലപദം Everybody listen this, and those who talk about hyper grace, ആമേൻ. ഈ വലിയ ഹൈപ്പർ ഗ്രേസിനെ കുറിച്ച് സംസാരിക്കുന്നവർ listen this carefully. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. God sanctifies. ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. What we do is purification. നാം ചെയ്യുന്നത് നിർമ്മലീകരിക്കുകയാണ്. Sanctification comes from the root word in Aramaic and in Greek. The sanctification comes from God. ആമേൻ. അരാമിക് ഭാഷയിലും ഗ്രീക്ക് പദത്തിലും ശുദ്ധീകരണത്തിന്റെ ആ പദം അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. And every time when we come to the altar, നാം ഓരോ തവണ ഈ യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ we ask God, purify me. നാം ദൈവത്തോട് പറയും, ദൈവമേ എന്നെ So നിർമ്മലീകരിക്കണം. sanctification from God. ആമേൻ. ആ ശുദ്ധീകരണം ദൈവത്തിൽ Every നിന്ന്. time I go for purification, ഞാൻ ഓരോ തവണ നിർമ്മലീകരിക്കുവാൻ വേണ്ടി പോകും. this God is for us. ഈ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. Now, my question is, ആമേൻ. എൻ്റെ ചോദ്യം ഇതാണ്. as we all reflect to this word, നാം ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ did God's word speak to you? ഈ ദൈവവചനം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? If it has not spoken to you, ഇത് നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ it was waste of time. ഇത് വളരെ സമയം വെറുതെ കളഞ്ഞ അവസ്ഥയാണ്. Would you give yourself? നമുക്ക് നമ്മളെ തന്നെ How many of you ദൈവകരങ്ങളിൽ would love to dedicate yourself? എത്ര പേർക്ക് നമ്മളെ തന്നെ താഴ്ത്തി To ഏൽപ്പിക്കാൻ keep the മനസ്സുണ്ട്? fire burning in the altar. ആമേൻ. ഈ യാഗപീഠത്തിൽ നിരന്തരമായി ഈ തീ കത്തുവാൻ. Are you ready to remove the ashes? ആമേൻ. ഈ വെണ്ണീറുകൾ മാറ്റുവാൻ നാം Are you തയ്യാറാണോ? ready to add more woods? വിറകുകൾ അത് ചേർക്കുവാൻ നാം തയ്യാറാണോ? If that is who you are, അത് ചെയ്യുവാൻ നാം തയ്യാറാണെങ്കിൽ would you rise up where you are? ഇരിക്കുന്ന ഇടപെടങ്ങൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? Hallelujah. Thank you, Jesus. Committing yourself in the hands of God. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Every eyes to be closed. എല്ലാ കണ്ണുകളും അടയട്ടെ. Would you lift your hands? നമ്മുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്താം. Would you remove all the bitterness? അവൻ സകല കയ്പിന്റെ വേരുകൾ നമുക്ക് മാറ്റാം. Everything that hinders. നമ്മളെ മുറുകെ പറ്റുന്ന സകലതും. Everything that lingers. നമ്മളെ മുറുകെ പറ്റുന്ന സകലതും.
Can we just bring it to the Lord? അത് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുവാൻ Would you lift both of your hands in the presence of ആ the Lord ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്തുവാൻ നമുക്ക് and കഴിയുമോ? commit ourselves? നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? Come on, talk to the Lord. ദൈവത്തോട് നമുക്കൊന്ന് സംസാരിക്കാം. Come on, talk to the Lord. ദൈവത്തോട് അധരങ്ങളെ തുറന്ന് സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ദൈവത്തിന്റെ അഗ്നിയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. Amen. Is it truly the true fire that is നിങ്ങളുടെ burning? കുടുംബത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ is it God's fire or the strange fire? Amen. In your family, in your life, അത് ദൈവത്തിന്റെ അഗ്നിയാണോ അന്യാഗ്നിയാണോ കത്തുന്നത്? കരങ്ങൾ ഉയർത്തി ദൈവത്തോട് സംസാരിച്ചു. Can we just lift up our hands and start speaking Let's to God? pray.